ഹലോ എവ്രിവൺ, നമ്മുടെ അൺഫ്രണ്ട്ലി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ പല ടൈപ്പ് ടോപ്പിക്സ് കവർ ചെയ്യുന്നതല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പല വിധത്തിലുള്ള ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ ഒരു അൺയൂഷ്വൽ ആയിട്ടൊരു ടോപ്പിക്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളരെ താല്പര്യമുള്ളത്, അല്ലെങ്കിൽ ഗോസിപ്പ്, അല്ലെങ്കിൽ നമുക്ക് പല കാര്യത്തിൽ ക്യൂരിയോസിറ്റി വരുന്ന ഒരു കാര്യം, അതായത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ. ആ സോഷ്യൽ മീഡിയ ചുറ്റിപ്പറ്റിയുള്ള അതിനകത്തുള്ള ഗുണങ്ങളും ദോഷങ്ങളും, അതാണ് ഇന്നത്തേക്കുള്ള ടോപ്പിക്. അപ്പോൾ അത് നമ്മൾ സംസാരിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഞാൻ പൊതുവേ കുറേ ചാനൽസ് ഫോളോ ചെയ്യാറുണ്ട്. എനിക്ക് മെയിൻലി മൂന്ന് പേരെ ഞാൻ ഫോളോ ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ലൈഫ് ഓഫ് അനന്തു, നമ്മുടെ ഗോപ്രോ മച്ചാൻ, പിന്നെ നമ്മുടെ യൂഷ്വൽ സൈക്കോ. ഇത് മൂന്ന് ഞാൻ ഷെയർ ചെയ്യാം. വേറെ പലരും ഉണ്ട്, വിധി ഹിയർ ഉണ്ട്, പിന്നെ അൽത്താഫ്, പലരും. പക്ഷെ ഇവർ മൂന്നുപേരും സെലക്ട് ചെയ്ത് ഫോളോ ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ, അനന്തു എന്ന് പറഞ്ഞ ഒരു ഫണ്ണി ട്വിസ്റ്റ് ഇടും ഇതിനകത്ത്. നമ്മുടെ ഗോപ്രോ മച്ചാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആള്, ഒരു ഫാമിലി മാൻ, വൈഫ്, കുട്ടികള്. പുള്ളിയുടെ ഒരു അപ്രോച്ചും പ്രസന്റേഷൻ ഇസ് ഡിഫറെന്റ്. പക്ഷെ എനിക്ക് മൂന്നാമത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെന്ന് പറഞ്ഞാൽ യൂഷ്വൽ സൈക്കോ. പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു വിഷയത്തിനെ പറ്റി നമുക്ക് വെട്ടി തുറന്ന് പറയാൻ ഒരാള്, നമുക്ക് പറയാൻ പറ്റാത്ത ഒരു കാര്യം ഒരാൾ പറയുന്നു. ആ ഒരു അപ്രോച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന നമ്മുടെ യൂഷ്വൽ സൈക്കോ. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. താങ്ക് യു വിനോദേട്ടാ. താങ്ക് യു സോ. ആ ഒരു ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ടു കേട്ടോ, കൊള്ളാം. അപ്പം അൺയൂഷ്വൽ ഇൻട്രോ ആണോ അത്, അതോ വളരെ യൂഷ്വൽ ഇൻട്രോ ആണോ? ഇതൊരു യൂഷ്വൽ ഇൻട്രോ ആണ്. നമുക്ക് വെട്ടിത്തുറന്ന് സംസാരിക്കുന്ന ഒരാളെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇന്ന് അങ്ങനെയുള്ള ആൾക്കാരില്ല. ഫ്രം മൈ പെർസ്പെക്റ്റീവ് ഇന്ന് അങ്ങനെ ഒരാളില്ല. ഞാൻ അങ്ങനെ ഒരാളെ അല്ല. കാരണം ചില പോയിന്റുകൾ എത്തുമ്പോ നമ്മുടെ വായ അടയ്ക്കേണ്ട വരും. ഇല്ലെങ്കിൽ നമ്മളെ കാണുന്ന ആളുകൾ അത് അടപ്പിക്കും. അതിപ്പം എത്ര വലിയൊരു, ഇപ്പം നമ്മളെ നമ്മളൊരു യൂട്യൂബ് റിയാക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു മാധ്യമ പ്രവർത്തകനെ എടുത്ത് നോക്കിയാൽ പോലും എനിക്ക് ഇന്ന് നല്ലൊരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ആരെയും ഇല്ല. ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു ദിവസമുണ്ട് ഞാൻ ഈ ചാനൽ തുടങ്ങിയതിനു ശേഷം. നിങ്ങൾക്ക് അറിയായിരിക്കും സുനിത ദേവദാസ്. ഒരു ദിവസം മാം എനിക്ക് ഇങ്ങോട്ട്, ഞാൻ സാധാരണ നമ്മൾ പല ആൾക്കാരുടെയും പുറകെ മെസ്സേജ് പോകും പല കാര്യങ്ങൾക്ക് വേണ്ടി. ഒരു ദിവസം എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് വന്നു. ലിറ്ററലി എനിക്കത് ഭയങ്കര സന്തോഷം തന്നൊരു ദിവസമായിരുന്നു. അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് പക്ഷെ എനിക്ക് അത്ര വലിയ റീച്ച് ഒന്നും ഇല്ല. ഞാൻ തുടങ്ങുന്ന ആ ഒരു ടൈം കുറച്ചേ ആയിട്ടുള്ളൂ. ഒരു 10,000-50,000 സബ്സ്ക്രൈബേഴ്സ് എന്തോ നിൽക്കുന്ന ഒരു ടൈമാണ്. ആ സമയം മാം എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് തോന്നുന്നു രാഷ്ട്രീയപരമായിട്ട് ഏതോ ഒരു കണ്ടന്റ് ചെയ്തപ്പോഴാണ്, വളരെ കുറച്ച് വ്യൂസ് ഒക്കെ ഉള്ളൂ. പക്ഷെ എന്നോട് അന്ന് പറഞ്ഞു, എടാ നിനക്കിത് കൊള്ളാം, ലൈക്ക് യു ക്യാൻ ഹാൻഡിൽ ദിസ്, സോ ഗോ വിത്ത് ദിസ് എന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ എനിക്ക് കംപ്ലീറ്റ്ലി എനിക്ക് അതായിട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം ആൾക്കാർക്ക് സുനിത ദേവദാസ് എന്ന് പറയുന്ന ഒരു പേഴ്സൺ, ഷീസ് എ വെൽ നോൺ പേഴ്സൺ, അവരെ എല്ലാവർക്കും അറിയാം. സോ അവര് പറയുന്നത് കേൾക്കാൻ, ഇപ്പൊ രാഷ്ട്രീയം പറഞ്ഞാലും ആൾക്കാർ കേൾക്കാനിരിക്കും. നമ്മളിപ്പോ ഒരു പുതിയ ആള് വന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വേണ്ട അത് വാട്ട് ദേ നീഡ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. ഇടയ്ക്ക് നമ്മള് ഒരു വ്യൂസിനോ അല്ലെങ്കിൽ അതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു ഏർണിങ്ങിനോ നമ്മൾ നോക്കാതെ ചില വീഡിയോകൾ ചെയ്യും. സോ അതിന് എനിക്ക് വേറെ വീഡിയോകളിൽ നിന്ന് കിട്ടുന്ന ഒരു റവന്യൂവിനെക്കാട്ടിലും എനിക്കൊരു മനസ്സുകൊണ്ടൊരു തൃപ്തി വരാറുണ്ട്. സോ ഞാൻ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞു. അങ്ങനെയുള്ള വീഡിയോകൾ മാത്രമേ ഉള്ളൂ നമുക്കൊരു പേഴ്സണലി ഒരു സമാധാനം കിട്ടുന്നത്. ഫോർ റവന്യൂ, അത് അറ്റ്ലാസ്റ്റ് നമ്മൾ എല്ലാവരും ജോലി ചെയ്യുന്ന എന്തിനാണ്? ഫോർ റവന്യൂ, മണി. ഇതിനകത്തും ഉണ്ട്, സോഷ്യൽ മീഡിയയിലും ഉണ്ട്. എല്ലാവരും ചിലപ്പോൾ വലിയ വലിയ ഡയലോഗ് അടിക്കും, ഞാൻ നല്ല കാര്യം ചെയ്യുന്നു, നല്ല കാര്യം. ആരാണെന്ന് നല്ല കാര്യം വെറുതെ ചെയ്യുന്നത്? ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അയാൾ ആ ദാനം ചെയ്യുന്നതിനകത്തും അയാൾക്ക് എന്ത് വേറെ നേട്ടം കിട്ടുമെന്ന് അയാൾ നോക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ മീഡിയാസ് എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാരും മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ മീഡിയാസ് അല്ലെ, നമ്മുടെ TV ചാനൽസ്. ഇപ്പൊ മീഡിയാസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ 2 വിഭാഗമായി. ഒന്ന് സോഷ്യൽ മീഡിയയിലുള്ള മീഡിയ എന്ന് പറയുന്നതും നമ്മുടെ നോർമൽ ചാനൽസ്. അപ്പൊ രണ്ടുപേരുടെ പ്രസന്റേഷൻ വ്യത്യാസമാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതുകൊണ്ട് നമ്മുടെ സാധാരണ ഉള്ള വിഷയങ്ങൾ, ഇപ്പൊ നമ്മളിപ്പോ സിമ്പിൾ എക്സാമ്പിൾ നമ്മുടെ ദീപകിന്റെ വിഷയം എടുത്തു കഴിഞ്ഞാൽ, അതിനകത്ത് ഈ സോഷ്യൽ മീഡിയ കാരണമല്ലേ
ഈ ഒരു വിഷയം തന്നെ ഇത്രയും ഒരു വലിയതായത്? വൈഡായത് സോഷ്യൽ മീഡിയ കാരണം തന്നെ, അല്ലാതെ നോർമൽ ന്യൂസ് ചാനൽസ്. പണ്ട് നമ്മൾ ന്യൂസ് ചാനൽസ് നമ്മുടെ ടി വിയിൽ മാത്രമായിരുന്നു, നമുക്ക് ആകെ ഒരു ഓപ്ഷൻ അതായിരുന്നു. ഇന്ന് പക്ഷെ അതും യൂട്യൂബിലേക്ക് എത്തി. സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. ആ ഒരു പ്ലാറ്റ്ഫോമിലേക്കും മെയിൻ സ്ട്രീം ചാനൽസ് എത്തി. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരുപാട് ആളുകൾ വാർത്ത കേൾക്കുന്നുണ്ട്. ചിലപ്പം നമ്മൾ ആരും, എനിക്ക് തോന്നുന്നില്ല, ഇപ്പൊ പൊതുവെ നമ്മൾ വീട്ടിൽ കേബിൾ കണക്ഷൻ എടുത്ത് വീട്ടിലിരുന്ന് ടി വി ചാനലിലൂടെ ന്യൂസ് ചാനലിലൂടെ ന്യൂസ് കാണുന്നത് കുറവാണ്. നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ആ ന്യൂസുകൾ അറിയും. ഈ ന്യൂസുകൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ തന്നെ, ഈ ദീപകിന്റെ വിഷയം വന്നപ്പോ എന്തോരം സെലിബ്രിറ്റീസ് സംസാരിച്ചു. എന്തുകൊണ്ടാണ് അവർ സംസാരിച്ചത്? അവര് വീട്ടിലിരുന്ന് ടി വി ചാനലില് ന്യൂസ് ചാനൽ കാണുന്നോണ്ടല്ല. സോഷ്യൽ മീഡിയ, യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വാർത്താ ചാനലുകളുണ്ട്, കൂടാതെ നമ്മളെ പോലെ റിയാക്ട് ചെയ്യുന്ന ആളുകൾ. നമ്മൾ വഴി അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ചാനലുകൾ പോലും യൂട്യൂബിലേക്ക്, ആ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈക്ക് വൈഡ് റേഞ്ച് ആൾക്കാർ അറിയാൻ തുടങ്ങി. സോ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇറ്റ്സ് എ ബിഗ് തിങ്. അതിന് നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്, ഇല്ല എന്നല്ല, രണ്ടും ഉണ്ട്. മനസ്സിലായി, രണ്ടും ഉണ്ട്. പക്ഷെ പോസിറ്റീവ് ഈസ് ലൈക്ക് ഒരു പടി ഏതാണ് മേളിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നെഗറ്റീവ് എന്ന് തന്നെ ഞാനും പറഞ്ഞേക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഈ വെട്ടി തുറന്ന് പറയുമ്പോഴത്തേക്കും വേറെ നെഗറ്റീവ് ആയിട്ടുള്ള പ്രശ്നം വരത്തില്ല, അതായത് വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളായിട്ട് വരത്തില്ലേ? പ്രശ്നങ്ങൾ വന്നേക്കാം. വിനോദ ഒരു മിനിറ്റ്, ആ ചോദ്യത്തിന്റെ തന്നെ ഞാൻ ഒരു മറുവശം ചോദിച്ചോണ്ട്, ഇത് എനിക്ക് ഇത് കുറച്ച് ഇറിറ്റേറ്റിംഗ് ഫാക്ടർ ആയിട്ടാണ് വരുന്നത് ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇത് കേട്ടോ. ഒരു എന്റർടൈൻമെന്റ് പാർട്ടായിട്ട് നിൽക്കേണ്ട സാധനമാണ്. പക്ഷെ ഇപ്പൊ ഈ ഒരു ചെറിയ എക്സാമ്പിൾ, ഈ ദീപകിന്റെ ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കഴിഞ്ഞ വർഷമാണോ അറിയില്ല, ഡൽഹിയിൽ അങ്ങാട്ട് ഇതേപോലെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഒരു 19-20 വയസ്സുകാരനെ ബസ്സില് മോബെല്ലാം കൂടെ ചേർന്ന് ഇടിച്ച് at the end of it unfortunately he lost his life. എന്നിട്ടും ആ പെൺകുട്ടിയുടെ വീട്ടുകാരൊന്നും പറഞ്ഞില്ല, പെൺകുട്ടി ഈസിയായിട്ട് നടന്നുപോയി. ആ മരിച്ച കൊച്ചു പയ്യന് നീതി ലഭിച്ചിട്ടില്ല, അവന്റെ പാരന്റ്സ് എല്ലാം കൂക്കി വിളിച്ച് നടന്നിട്ടില്ല. ഇപ്പൊ ഈ ദീപകിന്റെ ഇത് വന്നപ്പോഴും ഇങ്ങനൊരു ഇത് വന്നു. പക്ഷെ സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവ് ഇസ് ദാറ്റ് ഈ ഒരു സിറ്റുവേഷൻ അത് ക്രിയേറ്റ് ആക്കി. ഓക്കെ, അത് ക്രിയേറ്റ് ആക്കിയിട്ട് ഇപ്പൊ എന്താ പറയണ, സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടല്ലേ ഇയാൾക്ക് ഇപ്പൊ ഇത്രയും റീച്ച് കിട്ടിയതും ഇയാൾക്ക് ഇപ്പൊ നീതി ലഭിക്കുന്നതും അതുകൊണ്ടല്ലേ. സോ ഇറ്റ്സ് ലൈക്ക് ഒരു പട്ടി വാലിനെ കടിക്കാൻ ഓടുന്ന പോലെയാണ്. അത് കടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് പിടിവിടുന്നില്ല, ഇങ്ങനെ വട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ ഒരു അൺഫോർച്ചുനേറ്റ് സർക്കിൾ, അതായത് വിഷ്യസ് സർക്കിളിനെ ബ്രേക്ക് ആകണം. സോഷ്യൽ മീഡിയ എന്നുള്ളത് ഒരു എന്റർടൈൻമെന്റ് ഇതായിട്ട് മാറിക്കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കണം. അതൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനോ ഒരാളുടെ ജീവിതത്തിന് എഫക്ട് ചെയ്യാനുള്ള രീതിയിൽ പോകുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ വരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ദീപകിന്റെ വിഷയം, ഈ പോസ്റ്റ് ഈ പെൺകുട്ടി ഇട്ടത് ആദ്യം എവിടെയാ? യൂട്യൂബിലല്ലല്ലോ, എനിക്കൊന്ന് ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കിലാണ്. അങ്ങനെ അവിടെ എവിടെയാ ആദ്യം ഇട്ടത്? ഇൻസ്റ്റഗ്രാമിൽ ഇട്ടു. എന്നിട്ട് അത് ന്യൂസ് ചാനൽസ് പിക്കപ്പ് ചെയ്ത് അവരുടെ മെയിൻ സ്ട്രീം ന്യൂസ് ചാനൽസിൽ കാണിച്ചു. കാണിക്കാൻ കാരണം സോഷ്യൽ മീഡിയയിൽ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ. ആൻഡ് ടു ശ്രീഹരിച്ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ, ഞാൻ ശ്രീഹരിച്ചേട്ടൻ പറഞ്ഞതിനോട് ഒരു കാര്യത്തിൽ മാത്രം യോജിക്കുന്നുണ്ട്. കാരണം എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും ഏറ്റവും കൂടുതൽ, ഏതൊരു കാര്യത്തിനും നെഗറ്റീവ് ആയിരിക്കും എപ്പോഴും ഒരു പടി മുകളിൽ നിൽക്കുന്നത്. പക്ഷെ അതിന് പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. ഇപ്പം ശ്രീഹരിച്ചേട്ടൻ പറഞ്ഞ കണക്ക് തന്നെ സോഷ്യൽ മീഡിയ ഒരു എന്റർടൈൻമെന്റ് മാത്രമായിട്ട് പോയി കഴിഞ്ഞായിരുന്നെങ്കിൽ, ഇപ്പോ ഈ ദീപകിന്റെ കേസിൽ ദീപകിന് നീതി കിട്ടി ഒന്നും ഞാൻ പറയില്ല, മനസ്സിലായില്ലേ? അത് കിട്ടിയെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ആ ഒരു എന്താ പറയാ, ഒരു കോസ് ആൻഡ് എഫക്ട് റിയാക്ഷൻ ഉണ്ടായല്ലോ. ആ എഫക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സോക്കോൾഡ് ആ ഒരു ലേഡി ഇപ്പം ജയിലിലായി. പക്ഷെ അത് നീതി ലഭിച്ചെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതുപോലെ ചെയ്ത നീതി കാര്യം നടക്കാൻ തന്നെ കാരണം ഈ സോഷ്യൽ മീഡിയ കൊണ്ടാണ്. ജീവനോടെ ഉണ്ടാവുമായിരുന്നോ? ഇല്ലെങ്കിൽ അയാളെ ജീവനോട് ഉണ്ടാവുമായിരുന്നു ആ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു അനാവശ്യം നടന്നില്ലെങ്കിൽ? അയാൾ ഒരിക്കലും ജീവനോട് ഉണ്ടാവത്തില്ല. പക്ഷെ അപ്പുറം നിൽക്കുന്ന ഒരാള്, ആ വ്യക്തി മരിക്കാൻ കാരണക്കാരിയായിട്ടുള്ള ഒരു വ്യക്തി, അയാൾ അറ്റ്ലീസ്റ്റ് 14 ദിവസമെങ്കിലും റിമാൻഡിൽ പോയി. ഇല്ലെങ്കിൽ അത് നടക്കത്തില്ല. അത് വേറൊരു പോർഷൻ. ഞാൻ അതിനെ കൂടുതലായിട്ട് എടുത്ത് പോയിന്റ് ചെയ്യുന്നില്ല. ഞാനിവിടെ പോയിന്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സോഷ്യൽ മീഡിയ ഇത് ടേക്ക് ഓവർ ചെയ്തുകൊണ്ട് തന്നെ
ആ ദീപക്കിന് ഒരു അച്ഛനും അമ്മയുണ്ട്, വളരെ പ്രായം ചേർന്ന ആൾക്കാരാ, അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. ഇത് സോഷ്യൽ മീഡിയ ടേക്ക് ഓവർ ചെയ്തു. ഒരുപാട് ആളുകൾ പുള്ളിയുടെ വീട് വിസിറ്റ് ചെയ്തു. ദീപകിന്റെ വിസിറ്റ് ചെയ്ത്, ഞാൻ ഈ പറഞ്ഞല്ലോ, നമ്മളൊരു ദാനം ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ എല്ലാവരും അതിനെ വേറൊരു സൈഡിൽ കൂടെ ഉപയോഗിക്കും. ചില ആൾക്കാർ ആ പോയതിനെ വീഡിയോ ആക്കിയിട്ടുണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയ കാരണം കുറച്ച് ആളുകൾ ആ വീട്ടിൽ ചെന്ന് കുറച്ച് പൈസ, എന്തു ആയിക്കോട്ടെ, കുറച്ച് പൈസ വീട്ടിൽ കിട്ടിയില്ലേ? ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആ അച്ഛനും അമ്മയ്ക്കും അറ്റ്ലീസ്റ്റ് കുറച്ച് നാള് ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു കിട്ടി. അത് ഈ സോഷ്യൽ മീഡിയ കാരണമാണ്. അതെ, ആയിക്കോട്ടെ. പക്ഷെ ഈ സോഷ്യൽ മീഡിയ കാരണമാണല്ലോ ദീപക് മരിച്ചതും. സോഷ്യൽ മീഡിയ കാരണം അതെ, അതാ ഞാൻ പറഞ്ഞത്. എപ്പോഴും മാതാപിതാക്കൾക്ക് പൈസ കിട്ടിയതല്ല നോട്ട് ദ ബിഗ് ഡീൽ. ഒരാളുടെ ജീവൻ പോയി എന്നുള്ളതാണ്. ജീവൻ പോയി, അൺഫോർച്ചുനേറ്റ് റോങ് റീസൺ. ദീപക്കിന്റെ കേസിൽ സോഷ്യൽ മീഡിയ, ഞാനത് നേരത്തെ തുടക്കത്തിലാണ് ഞാനതാ പറഞ്ഞത്, എപ്പോഴും സോഷ്യൽ മീഡിയ ഒരു പടി മുകളിൽ പോസിറ്റീവിനെക്കാട്ടിലും കൂടുതൽ നെഗറ്റീവ് ആണ്. ഇവിടെ ആ നെഗറ്റീവ് ആണ്, യെസ്, അതാണ് ട്രൂത്ത്. അവിടെ വിഷം കൊടുക്കുക, എന്നിട്ട് വിഷം കൊടുത്തതിന് ശേഷം തിരിച്ച് വിഷത്തിന് മറുവിഷം കൊടുക്കുക, അപ്പൊ ആള് ശരിയായി. പക്ഷെ ഇറ്റ്സ് ഓക്കെ, ഒരു പാരാലിറ്റിക്കൽ ഫീലിംഗ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, ബാക്കി ജീവൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാലായിപ്പോയി. അതാണ് ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം. ഇപ്പൊ ദീപകിന്റെ കേസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ. വേറൊരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് അങ്ങനെയല്ല. ഇപ്പോ ഞാൻ പറയാം, ഇപ്പൊ ഒരു ഗ്രീമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ഇഷ്യൂ ഇപ്പം ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. ജസ്റ്റ് ഒരു ന്യൂസ് ചാനലിൽ വന്നു പോയൊരു വാർത്തയാണ് അത് സോഷ്യൽ മീഡിയ കാരണമല്ല ആ പെൺകുട്ടിക്കും ആ പെൺകുട്ടിയുടെ അമ്മയും മരണപ്പെട്ടത്. പക്ഷെ സോഷ്യൽ മീഡിയ ഇത് ടേക്ക് ഓവർ ചെയ്തത് കൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് ആ ഒരു വാർത്ത എത്തുകയും അവര് മരിക്കാൻ കാരണക്കാരനായിട്ടുള്ള പെൺകുട്ടിയുടെ ഭർത്താവ്, പുള്ളിയെ കഴിഞ്ഞ ദിവസം ബോംബെയിൽ വെച്ച് പോലീസ് പിടിച്ചു. മനസ്സിലായി? അധികം ഒന്നും നടക്കാൻ പോണില്ല, അത് നമുക്കും അറിയാം. ഹസ്ബൻഡിന്റെ ഒരു ഹറാസ്മെന്റ് കാരണം അല്ലേ? ഒരു ഹറാസ്മെന്റ് കാരണം അമ്മയും. നമുക്ക് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല, അതൊന്നും തെളിഞ്ഞിട്ടില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ ഒരു വാർത്ത ഒരുപാട് സ്പ്രെഡ് ആയത് സോഷ്യൽ മീഡിയ കാരണമാണ്. ഞാൻ അതുകൊണ്ട് പറയുന്നത് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഒരു പടിക്ക് മേളിൽ നെഗറ്റീവ് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ. ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പോസിറ്റിവിറ്റി പറയുകയാണെങ്കിൽ, ഈ പണ്ടൊക്കെ നമ്മുടെ ഓരോ കുഗ്രാമത്തിലും ഓരോ ഇതുപോലുള്ള ഇൻജസ്റ്റിസസ് നടക്കും, പലരെയും കൊല്ലുന്നു, പല കാര്യങ്ങളും നടക്കുന്നു, അതൊന്നും ലോകം അറിയുന്നില്ല. അത് അവിടെ നടക്കുന്നു, അവിടെ അത് എൻഡ് ചെയ്യുന്നു. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് അത് ലോകം അറിയുന്നു, ആൾക്കാർ റിയാക്ട് ചെയ്യുന്നു, അതിനെതിരെ ആക്ഷൻ ഉണ്ടാവുന്നു. അങ്ങനെ ഒരു പോസിറ്റിവിറ്റി സോഷ്യൽ മീഡിയ ഉണ്ട്. പക്ഷെ അതേപോലെ തന്നെ നെഗറ്റീവും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല, നെഗറ്റീവ് ഉണ്ട്. പിന്നെ വേറൊരു പോസിറ്റിവിറ്റി ഞാൻ കാണുന്നത്, ഇത് കൊണ്ട് കുറെ പേർക്ക് മെയിൻ സ്ട്രീമിലോട്ട് വരാൻ പറ്റുന്നു. ഇപ്പൊ ടാലന്റ് ഉള്ള പല ആൾക്കാരും പല ചാനലുകളും തുടങ്ങുന്നുണ്ട്. കുറെ കോമഡി ഷോസ് ദേ ആർ റണ്ണിങ് ഇറ്റ്, ആക്ടിങ്. സോ ലോട്ട് ഓഫ് ടാലന്റഡ് ആൾക്കാർ വേറെ ഇപ്പൊ എന്താ മൂവി സ്ട്രീമിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ദേ ക്യാൻ യൂസ് ദെയർ ടാലന്റ് ആൻഡ് ദേ ക്യാൻ ഷോക്കേസ് ഇറ്റ് ടു ദ വേൾഡ്. അത് നമ്മള് ഒരു ഇതിനെ ഓവർടേക്കല്ല. പണ്ട് റേഡിയോ കിൽ ദ മൂവി സ്റ്റാർ, എന്താണ് വീഡിയോ കിൽ ദ റേഡിയോ സ്റ്റാർ, അങ്ങനത്തെ ഒരു പാട്ടില്ല, എന്തായിരുന്നു അതിന്റെ പേര്? എന്തായാലും ആ ഒരു ഫ്ലോ നോക്കിയാൽ മതി. പണ്ട് ഇപ്പോ റേഡിയോ കഴിഞ്ഞപ്പം മറ്റേ വാക്ക്മാൻ അങ്ങനെയുള്ള മ്യൂസിക്കിന്റെ രീതിയിൽ വന്നു. അത് കഴിഞ്ഞ് വീഡിയോ, അതായത് ടിവിയുടെ ഇത് വന്നപ്പോഴേ അത് മൊത്തം പോയി. പക്ഷെ ഇത് ഒന്നിനെ റീപ്ലേസ് ചെയ്യുന്നില്ല. ഇപ്പോഴും ആൾക്കാർ ടി വി കാണുന്നുണ്ട്, ഇപ്പോഴും പാട്ട് കേൾക്കുന്നുണ്ട്, ഇപ്പോഴും ഇതുണ്ട്. ഇത് ഇന്റർനെറ്റിന്റെ വളർച്ച കാരണം വന്ന ഒരു ഓൾട്ടർനേറ്റ് ചാനലാണ്. ഇറ്റ്സ് എ ഹോൾ ന്യൂ മാർക്കറ്റ്, ഇറ്റ്സ് എ ഹോൾ ന്യൂ തരംഗമാണിത്. പക്ഷെ പുതിയ ജനറേഷൻ വരുമ്പോൾ പഴയ ശീലങ്ങൾ അവര് ഉപേക്ഷിക്കും. ഫോർ എക്സാമ്പിൾ പത്രം വായന, ടി വി കാണൽ, സീരിയൽ കാണൽ എല്ലാം ഇപ്പൊ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇതിനകത്ത് വന്ന് ദേ ഹാവ് ലോട്ട് ഓഫ് എന്റർടൈൻമെന്റ് ഇൻ ദ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അവർ അതിന്റെ യൂസ്ഡ് ആയി. ഈ സെയിം വികസനം അല്ലെങ്കിൽ ഡെവലപ്മെന്റ് മറ്റുള്ള രാജ്യങ്ങളിലുണ്ട്. ഓസ്ട്രേലിയയിലുണ്ട്, അമേരിക്കയിലുണ്ട്. ഈ ദീപക്, സുഷ്മിത ഇങ്ങനത്തെ സംഭവങ്ങൾ എന്താ മറ്റുള്ള രാജ്യങ്ങളിൽ നടക്കാത്ത? ഇതെന്താ കേരളത്തിൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നത്? ഇക്കിളി കൂട്ടുന്ന സാധനങ്ങളെന്ന് ഞാൻ പറയാം. സോ അതെന്താണ് കേരളത്തിൽ ഇത്രയും എക്സ്പ്ലോർഡ് ആകാൻ, അല്ലെങ്കിൽ ഇത്രയും സെൻസേഷൻ ആയി ഒരാൾ മരിക്കാൻ വരെ എത്താനുള്ള കാര്യം എന്താ? അന്നേരം ഇത് സോഷ്യൽ മീഡിയ മാത്രം പഴി ചാരിയോണ്ട് കാര്യമില്ല. കാരണം സോഷ്യൽ മീഡിയയുടെ ബെനിഫിറ്റ്സ് അരുൺ പറഞ്ഞതുപോലെയും UP പറഞ്ഞതുപോലെയും കേരളത്തിലും മറ്റുള്ള രാജ്യങ്ങളിലും അതുണ്ട്. പക്ഷെ അതിന്റെ ഈവിൾ സൈഡ് സീംസ് ടു ബി
extremely evident in Kerala. യെസ്. എടാ അതിന്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ മെന്റാലിറ്റിയും കൂടിയാണ്. ഇപ്പൊ ഒരു ഫെമിനിസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്നാണ് ഇപ്പൊ ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ഫെമിനിസ്റ്റ് മൂവ്മെന്റിന്റെ എക്സ്ട്രീമിസം എന്നാണ് ഇപ്പൊ ഇതൊക്കെ പലരും പറയുന്നത്. അല്ല, നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ മെന്റാലിറ്റി മാത്രമല്ല ഇങ്ങനെ ആയി പോകുന്നത്. ഇപ്പൊ ടോംസൺ ചേട്ടൻ പറഞ്ഞ കണക്ക് വേറെ ഒരു നാട്ടിലും ഇല്ല. നമ്മളെക്കാട്ടിലും ഒരുപാട് ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് ഇന്ത്യയിലെ ഒരുപാട് ആൾക്കാർ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇരട്ടിക്കിരട്ടൊക്കെയാണ് പുറത്ത് പല രാജ്യങ്ങളിലും ആൾക്കാർ ഉണ്ടാക്കുന്നത്. അവിടെയൊക്കെ ഈ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരും പല ടോപ്പിക്കുകൾ സംസാരിക്കുന്ന ആൾക്കാർ എല്ലാവരും ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഇത്. ഒരിക്കലും ഞാൻ മറ്റേ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണെന്നോ അങ്ങനെ ഒരിക്കലും ഞാൻ പറയത്തില്ല. കാരണം ഇവിടെ ആൾക്കാർക്ക് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം ഇന്ന് കിട്ടുന്നുണ്ട്. കൂടിയതിന്റെ കുഴപ്പമാണ്. വിവേകം എന്ന് പറയുന്ന ഒരു സാധനം പലർക്കും ഇല്ല. അവിടെ പോവുക, അവിടെ ആൾക്കാര് കയ്യിൽ നിന്ന് പോവുക. സൊസൈറ്റി പ്രഷർ ഉണ്ട് അല്ലെ, നാണക്കേടുന്നൊരു സംഭവം നല്ല രീതിയിലുണ്ട്. നാണക്കേട് അത് മാറുന്നില്ല നമ്മുടെ നാട്ടില്. എന്തുകൊണ്ടത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നമ്മുടെ ഇടയിൽ കേരള കൾച്ചറിൽ നമുക്ക് ചില ടോപ്പിക്സ് ഇപ്പോഴും ടാബുവാ. ഈ മറ്റുള്ള രാജ്യങ്ങളില് ഇന്റർനെറ്റ് എന്നുള്ള അഡ്വാൻസ്മെന്റിന് മുമ്പ് തന്നെ ചില കാര്യങ്ങളില് സെക്ഷുവൽ ഫ്രീഡം അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്രീഡം ഹാസ് ബിക്കം, അത് ഒരു ടാബു ടോപ്പിക് അല്ല എനിമോർ. ഇത് ഒളിച്ചും പാത്തും ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളല്ല. കേരളത്തിൽ ഇപ്പോഴും ഈ ഇങ്ങനത്തെ ടോപ്പിക് സീംസ് വെരി ടാബു. അത് സംസാരിച്ചാലോ പറഞ്ഞാലോ. അന്നേരം ഇന്റർനെറ്റിന്റെ അഡ്വാൻസ്മെന്റും ഇങ്ങനത്തെ കൾച്ചറൽ ഇൻസെക്യൂരിറ്റീസും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഇത് ഒരു ടിക്കിംഗ് ടൈം ബോംബ് പോലെ. അതാണ് എല്ലാവർക്കും ഒളിച്ചും പാത്തും വേണം. പക്ഷെ ഇത് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞ പോലത്തൊക്കെ ഉള്ള ഓരോ കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇത് കിട്ടാത്ത മുന്തിരി പുളിക്കുന്നല്ല, മുന്തിരി പുളിക്കുന്ന ആളില്ലെന്നുള്ള വിട്ടേക്ക്. എനിക്ക് മുന്തിരി എങ്ങനെങ്കിലും വേണമെന്നുള്ള രീതിയിലാണ് ഈ കളി നമുക്ക് പിന്നെ നോക്കാം. അതെ, ആ ടോം പറഞ്ഞ പോയിന്റ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഓസ്ട്രേലിയയിലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്ന്. ഐ ഡോണ്ട് തിങ്ക് ദ പേഴ്സൺ വിൽ ഗോ ആൻഡ് കമ്മിറ്റ് സൂയിസൈഡ് അല്ലേ? ആദ്യം തന്നെ ഇവിടെയും ട്രെയിനുകളുണ്ട്, മുട്ടിയും തട്ടിയും അടുത്ത് തന്നെ ഇരിക്കുന്നത്. അത്രേ ഉള്ളൂ. അതെ, അത് എന്നെ മുട്ടിന്നും പറഞ്ഞ് അത് എന്റെ ചാരിത്രം പോയി, എന്റെ എന്താണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ചിന്താഗതി ഇവിടത്തെ പെണ്ണുങ്ങൾക്കോ അങ്ങനെ ഇല്ല. കാരണം എന്തുവാ, ആ ഒരു സെക്ഷുവൽ ഫ്രീഡം അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി ഈസ് ആൻ ഓപ്പൺ തിങ് ഹിയർ. അന്നേരം ഇത് അതും people are not deprived of, I mean, everywhere there might be people who are deprived of sex, but deprivation of sex is not the thing here. Like, you know, if you want sex, you will get sex anywhere you want. Like, it's not a hidden object. പക്ഷെ നാട്ടില് ഇത് it is, people are in some sort of vicious cycle. അല്ലടാ, ഇത് ഒരു വല്ലാത്തൊരു ഇക്കിളി കൂട്ടുന്ന ഒരു ടോപ്പിക്കാണ്. കാര്യം ഇങ്ങനെ ഒരു എന്തെങ്കിലും ചെറിയൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഒരു ഫെമിനിസ്റ്റ് ആംഗിളിലായാലും അല്ല, അതൊരു ആൾക്കാർക്കൊരു എന്താ പറയാ, ഒരു മനസ്സിനൊരു ഒരു ഒരു സന്തോഷം എന്നല്ല ഞാൻ പറയാം, എന്താ പറയാ, ഒരു ഇറ്റ്സ് ലൈക്ക് അത് നമ്മുടെ ആ ഒരു കേരള സർക്കിൾ ആണെന്ന് മാത്രമേ ഞാൻ പറയില്ല, എനിക്കൊന്ന് ഇന്ത്യൻ സർക്കിളിൽ തന്നെ അതുണ്ട്. ഐ മീൻ ഒൺലി ഫാൻസിന്റെ സിഇഒ എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരിയല്ലേ? എനിക്കൊന്നും അറിയില്ലോ എന്ന് എനിക്കറിയില്ല. എന്നാലും ആ ലെവലിലാണ് ഇന്ത്യക്കാരുടെ ഉള്ളത്. ഗൂഗിൾ ചെയ്താൽ മതി. അങ്ങനെ ചോദിക്കാതെ ഇനി പറ്റില്ല കേട്ടാ. കേരളത്തിൽ നടക്കുന്ന എല്ലാ സ്കാൻഡൽസും പറഞ്ഞിരുന്ന ഇത് ഒരു സെക്സിന്റെ ഇത് പറഞ്ഞിട്ട് ആൾക്കാരെ കൊടുക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് കാണുന്നത്. അതായത് അതിനെ കുറിച്ച് എന്തോ ഒരു സ്റ്റിഗ്മയോ അല്ലെങ്കിൽ എന്തോ ഒരു അൺവാണ്ടഡ് ഒരു ഇതുണ്ട്. അത് ഐ മീൻ എവിടെയാണ് ഇത് കയറി വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഐ മീൻ ഈവൻ നമ്മുടെ ഏറ്റവും വലിയ കേരളത്തിന്റെ ഒരു വലിയ മുഖ്യമന്ത്രി അല്ലേ ഉമ്മൻചാണ്ടി, അയാളെ വരെ ആവശ്യമില്ലാത്ത കേസിൽ കുടിക്കിയതല്ലേ. അപ്പൊ അത്രയും മോശമായിട്ടാണ് അങ്ങനെ ഒരു ഇത് എടുക്കുന്നത്. എന്നിട്ടും ഇതിനെതിരെ ഫെമിനിസ്റ്റുകൾ ഒന്നും ചെയ്യുന്നില്ല. പല മൂവി സ്റ്റാർസിനും സെയിം ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. അതാണ്, സ്റ്റാർസിനും ഉണ്ടാവുമായിരിക്കും. അതെ, അപ്പൊ അത് ഇതാണ് ഫെമിനിസ്റ്റുകൾ നോക്കുന്നത്. അതായത് ഒരു
നമ്മുടെ കൾച്ചർ എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഒരു ഇന്ത്യൻ കൾച്ചർ പ്രിഡോമിനന്റ്ലി നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീത്വത്തിനെയും സ്ത്രീനെ ആരാധിക്കുന്ന ഒരു കൾച്ചറാണ് നമ്മളുടേത്. ദേവി രൂപങ്ങളൊക്കെയാണ് ഉള്ളത്. അതില് മറ്റുള്ള എന്താ പറയാ സെക്ഷൽ കൊണോട്ടേഷൻസും ഉണ്ട്. പക്ഷെ അതിനൊരു മോശമായ രീതിയിൽ കൊണോട്ട് ചെയ്യുന്ന ഒരു ആചാരം അല്ല നമ്മളുടേത്. അതിങ്ങനെ ഈ ഒരു ഇതിലേക്ക് ഉരുത്തിരിഞ്ഞ് വന്നത് ഇറ്റ്സ് വെരി, അത് ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ എന്താ പറയാ എന്റെ വാക്കുന്ന സാമൂഹിക പ്രതിബദ്ധത. ഇംഗ്ലീഷ് എന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല. എടാ നീ ഒന്ന് ക്യാപ്ഷൻ എവിടെയും ഇട്ടേക്കണേ. പക്ഷെ ആ സംഭവം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയക്കാരൻ കുറച്ച് ആലോചിക്കണം. ഈ ഒരു വീണ്ടും കമ്മിങ് ബാക്ക് ടു ദിസ് എക്സാമ്പിൾ, ഈ ലേഡി കുറച്ചെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിട്ട് അത് അവരാ വീഡിയോയിൽ കാണിക്കുന്നില്ല, അത് ഇടുന്നത് ഒന്ന് ആലോചിച്ചിരുന്നുണ്ടെങ്കിൽ എന്തുമാത്രം പോകും. ശരി, അയാളെ നശിപ്പിക്കാമെന്നുള്ള ഓക്കെ ഫൈൻ. പക്ഷെ എന്നാലും നോയിങ്ലി ഇങ്ങനെ ഒരു ഇത് ഇടുന്നതെന്ന് പറയുമ്പോഴേ ഒരു ഇത് വേണ്ടേ? എന്നിട്ട് അതിന് പുറമെ ഞാൻ അതിന് ശേഷം കണ്ട കുറച്ച് വീഡിയോസ് എനിക്ക് സങ്കടം വന്ന്, ഈ പെണ്ണിനെ കയറി പച്ച തെറി വിളിക്കുന്ന രീതിയിലൊക്കെ വീഡിയോ. അതിന്റെ ആവശ്യം എന്താണ്? സമ്മതിച്ചു, ഉള്ളിൽ ഫ്രസ്ട്രേഷൻ ഉണ്ട്, ഇതുണ്ട്, മറ്റേ മോളെ ഇതല്ലേ മറിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് അതിനു വേണ്ടി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അവ ഇറ്റ്സ് ബേസിക്കലി റൈഡിങ് ദ വേവ്. ഇപ്പൊ ദീപകം ഷിംജിതയാണ് പ്രശ്നം, ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ്. ഇപ്പൊ നമ്മൾ അതാണ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ നമ്മൾ അത് ടച്ച് ചെയ്യുന്നില്ല. ബട്ട് വൈ ഇസ് ദിസ് എന്നുള്ളൊരു ഇതാണ് നമ്മുടെ ചോദ്യം ഇന്നത്തേത്. അതുകൊണ്ട് ആൾക്കാരുടെ ഒരു മെന്റാലിറ്റി എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ചോദിക്കുന്ന മെയിൻ സ്ട്രീം മീഡിയ ഇത് ഇത്രയും വഷളാക്കാൻ മെയിൻ സ്ട്രീം മീഡിയ ഡിഡ് ദേ പ്ലേ എ റോൾ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. മെയിൻ സ്ട്രീം ചാനൽസ് എന്തോ ഭാഗ്യത്തിന്റെ പുറത്ത് അവർ ഇത് ടോക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. കാരണം ഇത് ഇത്രയും ദിവസം അവർ കൊണ്ടുപോയല്ലോ. സാധാരണ അങ്ങനെ പോകത്തില്ല. ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വിഷയം വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇതാരും കേറിയത്തില്ല. ഇതൊരു സൈഡിലൂടെ പോയേനെ. ഇതിപ്പോ ഒരു ഗ്യാപ്പ് ഉള്ള ടൈമാണ്. അത്രേ ഉള്ളൂ. ന്യൂസ് ചാനൽസിനെ അങ്ങനെ നോക്കിയാൽ മതി. ഇത് ഇപ്പൊ ഒരു ഗ്യാപ്പ് ഉള്ള ടൈമാണ്. അവർക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. അവര് ചെയ്തു. ന്യൂസ് ചാനൽസ് അത് എയർ ചെയ്തില്ലേ? അവര് അത് ഇത്രയും വഷളാക്കിയില്ലേ? ഏത് ഈ ഒരു വിഷയത്തിലോ? അവർ എയർ ചെയ്തു. ഇതൊരു ടോക്ക് ആയതിനു ശേഷം, ഇത് സോഷ്യൽ മീഡിയ വഴി ഇത് ജസ്റ്റ് ഒരു ടോക്ക് ആയതിനു ശേഷം അവര്, മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിന്റെ അകത്ത് ഇതാണ് ഇപ്പൊ നമ്മൾ ഇപ്പം ഇന്നത്തെ കാലത്ത് ഈ വീഡിയോ ഫേക്ക് അല്ലായിരുന്നു. ഓക്കെ, ഇറ്റ്സ് നോട്ട് AI ജനറേറ്റഡ്. അടുത്ത വീഡിയോ യു നെവർ നോ ഇറ്റ് വെദർ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി an AI generated video. Okay, easily you can make a AI generated video of someone bumping your tits. You can easily make it. Okay, അന്നേരം ഇത് വെരിഫൈ എടുത്ത് വീശുമ്പോൾ who is going to be held accountable? അതൊരു പോയിന്റ്. കാര്യം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു മോണിറ്റർ ചെയ്യാനുള്ള ഒരു മെക്കാനിസമോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിലോ ഒന്നും തന്നെ ഇല്ല. അതിപ്പോ ഇന്റർനാഷണലി നോക്കുകയാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ ഇതാണ് ആകെ ഈയിടയ്ക്ക് വന്നിട്ടുള്ള ഒരു കാര്യം. അതിലൊന്നും വരുന്നത് ഇന്ത്യയിൽ അതുണ്ടോ എന്നുള്ളത്. ഇവിടെയൊക്കെ ഇപ്പം തോംസൺ നീ ശ്രദ്ധിച്ചോ അറിയില്ല, ഈ ഡയറ്റിന്റെ ഇത് അല്ലെങ്കിൽ ഡോക്ടറിന്റെ രീതിയിലുള്ള സംസാരങ്ങള് അല്ലെങ്കിൽ മെഡിക്കൽ അഡ്വൈസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ പ്രൊഫഷണൽ ഹു ഹാസ് എ സർട്ടിഫിക്കേഷൻ എന്നുള്ള ഒരു മസ്റ്റ് ഉണ്ട്. അത് ഇന്ത്യയിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ബട്ട് ദിസ് വാട്ട് ഉണ്ട് അല്ലേ? അപ്പൊ അത് മാത്രമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടെടുത്തോളം എനി സോർട്ട് ഓഫ് ഒരു കൺട്രോൾ അല്ലെങ്കിൽ ഒരു ലെറ്റ്സ് സേ ഒരു പോലീസിങ് ഫാക്ടർ എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഇപ്പൊ ഒരു റാൻഡം AI വീഡിയോ, ഇപ്പം AI ഉപയോഗിച്ചിട്ട് സിനിമ പോലെ കഥ ഇറക്കിയിട്ട് തന്നെ ഉണ്ട് അവര്. 30 സെക്കൻഡ് കൊണ്ട് ഒരു മൂവിയുടെ ഫുൾ സിനോപ്സിസ് ഇസ് ഷോൺ. എന്തിനാ ഈ ദീപകിന്റെ ഇത് തന്നെ ഒരു AI വീഡിയോ ഞാൻ കണ്ടു, അന്തം വിട്ടുപോയി ഞാൻ. ഒന്നല്ല, ഒരുപാട് AI വീഡിയോസ്. ഇപ്പൊ ഈ ഷിംജിത എന്ന് പറയുന്ന ലേഡി ജയിലിനകത്തുള്ള പല വീഡിയോസും അങ്ങനെ കുറെ കിടന്ന് കറങ്ങുന്നുണ്ട്. അല്ല, ഇതിന്റെ ഒരു കോർ ഇഷ്യൂ എന്ന് പറയുന്നത് പുള്ളിക്കാരി ആ വീഡിയോ ഷൂട്ട് ചെയ്തത് ഫോർ മാക്സിമം റീച്ച് കിട്ടുന്നതിന് വേണ്ടി ഒരു വീഡിയോ പുള്ളിക്കാരി ചെയ്തു. മനസ്സിലാകാത്തത് എത്രയോ വീഡിയോസ് അങ്ങനെ, പക്ഷെ ഇത് എങ്ങനെ ഇവിടെ വരെ എത്തി? ഓക്കെ, എത്ര വീഡിയോകൾ അങ്ങനെ ചെയ്യുന്നു. എങ്ങനെ ഇവിടെ ഒരാളുടെ മരണം വരെ എത്താനായിട്ട് ഇത് എങ്ങനെ? കേരള എന്ന് പറയുന്നത് 1000-5000 പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമല്ല, ഒരു സ്റ്റേറ്റ് അല്ല. ഈ വീഡിയോ റീച്ച് ആവാനായിട്ടുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ആ പെൺകുട്ടിയുടെ വീഡിയോയിൽ കംപ്ലീറ്റ്ലി നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു.
കംപ്ലീറ്റ്ലി അവൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കമന്റ്. കാരണം ആ വീഡിയോ കണ്ടവർക്ക് അറിയാം ഒന്നുമില്ല, മനുഷ്യനെ ഇല്ലാതാക്കാൻ വേണ്ടി ചുമ്മാ അവളുടെ റീച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നു. ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നെഗറ്റീവ് കമന്റ്സ് വരുന്നു. പക്ഷെ ഈ പെൺകുട്ടി ഈ വ്യക്തി ദീപക്കിന് പക്ഷെ അത് കണ്ടപ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റിയില്ല. അത്ര ഒരു ലൈറ്റ് ഹാർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. പക്ഷെ അതെ ഞാൻ ചോദിക്കുന്ന ദീപക് എങ്ങനെ ദീപക് ഈ സ്ത്രീ അറിയത്തു പോലും ഇല്ല. എങ്ങനെ ദീപക് തന്നെ ഇതെങ്ങനെ കാണുന്നത്? അത്രയും വൈഡ് ആയിട്ട് പോയി ഈ വീഡിയോ. ദീപകിന്റെ ഫ്രണ്ടാണ് ഈ വീഡിയോ. ദീപകിന്റെ ഫ്രണ്ടിന്റെ വൈഫ് ഈ വീഡിയോ കണ്ടിട്ട് ദീപകിന്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തു. ആ ഫ്രണ്ട് ദീപകിന് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് പുള്ളി ഇത് കാണുന്നത്. പുള്ളിയാണെങ്കിൽ 42 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പുള്ളി എനിക്കൊന്ന് ഫാമിലി അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഭയങ്കര ഒതുങ്ങി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. പുള്ളി ഭയങ്കര ഒതുങ്ങി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് എനിക്കൊന്ന് മോനുണ്ടോ? ഞാനത് വിട്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ടോപ്പിക്കിലേക്ക് കയറിയപ്പോ ഞാൻ അത് പുള്ളിക്ക് മോനുണ്ടെന്ന് തോന്നുന്നു എന്നാണ് എന്റെ ഓർമ്മ. എന്താണ് പുള്ളി ഭയങ്കര ഒതുങ്ങി ഒരു വ്യക്തിയാണ്. അധികം കോണ്ടാക്ട്, ചെറിയൊരു ഫ്രണ്ട് സർക്കിള് അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ പുള്ളിക്ക് ഒരു സാധനം കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. അതെ, ഈ സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഓർമ്മയുണ്ട്, ഒരു പെൺകുട്ടി ഇതുപോലെ ഒരു ബസ്സിൽ ഇരുന്നിട്ടൊരു വീഡിയോ ഇട്ടു. പക്ഷെ ബ്ലർ ചെയ്തു, ആ പെൺകുട്ടി ബ്ലർ ചെയ്തു മറ്റേ ആളുടെ. എനിക്ക് ആളുകൾ അത് കളിയാക്കി കുറെ ട്രോൾ ഇറങ്ങിയേ ഉള്ളൂ. പക്ഷെ വലിയ പ്രശ്നം ഉണ്ടായില്ല. ഇല്ല, അത് കഴിഞ്ഞപ്പോ തന്നെ ആൾക്കാർക്ക് ചെറുതായിട്ട് പിടി കിട്ടി ഈ ഒരു കാര്യം. ഈ ഒരു ബസ്സിലെ ഇത് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ. ഇനിയിപ്പോ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയോ? നാളെ ഇനി ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ശരിക്കും ഒരു വൃത്തികേട് നടക്കുമ്പോ ആൾക്കാരൊന്ന് ഡൗട്ട് ആയിട്ട് നോക്കുള്ളൂ. ആൾക്കാർ നോക്കും, ഇവളും ചെറിയ ഇതല്ലേ കാണിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് അടിക്കും, ഉറപ്പായിട്ടും ഡൗട്ട് അടിക്കും. പക്ഷെ അത് നല്ലതാന്നേ ഞാൻ പറയുള്ളൂ. നല്ലതാ അത്. ചാടി കയറിയുള്ള ഒരു ഇനിഷ്യൽ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ ആൾക്കാരുടെ, അതൊന്ന് കുറയും. എല്ലാരും ഒന്ന് ചാടിക്കേറി എന്തെങ്കിലും പറയാൻ പോകുന്നതിന് മുമ്പ് നമ്മളൊന്ന് നോക്കും, നോക്കും. നേരത്തെ പക്ഷെ അങ്ങനല്ല. മനസ്സിലായി. നേരത്തെ ഇത് കാണുമ്പോ ഉടനെ നമ്മൾ ചാടി ഇങ്ങോട്ട് വീഴുമായിരുന്നു. ഇനിയിപ്പോ അങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് കോർട്ട് ഓഫ് ലോയിൽ വരുമ്പോഴത്തേക്കും ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും ദാറ്റ് ബിക്കോസ് ഓഫ് ഹെർ ഹി കമ്മിറ്റഡ്? ബിക്കോസ് ഒരു സൂയിസൈഡ് നോട്ട് ഇല്ല, ഒരു സൂയിസൈഡ് വീഡിയോ ഇല്ല, ഓഡിയോ ഒന്നും ഇല്ല. കോർട്ടിൽ വരുമ്പോഴത്തേക്ക് ഇതങ്ങ് തേഞ്ഞു മാഞ്ഞു പോകത്തില്ലേ നല്ലൊരു ലോയർ ഉണ്ടെങ്കിൽ? ദിനകരന് തോന്നുന്നുണ്ടോ ഈ ഒരു വിഷയത്തിൽ ആ പെൺകുട്ടി ഒരുപാട് കാലം ശിക്ഷിക്കപ്പെടുമെന്ന്? എനിക്ക് തോന്നുന്നില്ല. ഇല്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഒരു ജസ്റ്റ് ഒരു റിമാൻഡിൽ പോയി അവളിപ്പം ജാമ്യ ഹർജി കൊടുക്കും, ജാമ്യത്തിൽ, പിന്നെ ഒന്നും നടക്കാൻ പോണില്ല, അവിടെ കഴിഞ്ഞു. ഇത് ജസ്റ്റ് പിന്നെ ഇത് നോക്കുമ്പോ എന്താണ്, ഒരു സോഷ്യൽ മീഡിയ ഇന്ന് പലതും ഞാൻ കാണുന്ന പലതും ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് മാത്രം, അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. മനസ്സിലായി. പക്ഷെ വേറൊരു രീതി നമ്മൾ നോക്കേണ്ടത്, ഇന്ന് അറ്റ്ലീസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ആയിട്ട് മാറുന്നുണ്ട്. പണ്ട് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ പലതും നമ്മൾ അറിയാതെ പോകുമായിരുന്നു. മനസ്സിലായി. നമുക്കറിയത്തില്ല, കാരണം ഏതോ ഒരു മൂലയ്ക്ക് നടക്കുന്ന എന്തോ ഒരു കാര്യം ചിലപ്പോ എവിടെങ്കിലും ഒരു ചെറിയ കട്ടിങ് ആയിട്ട് വരും. അത്രേ ഉള്ളൂ. നമുക്ക് ഇപ്പൊ ഓരോ വിഷയങ്ങൾ നിങ്ങൾ എടുത്ത് ചെയ്യുന്നു. ഇപ്പൊ യൂഷ്വൽ സൈക്കോ ആണെങ്കിലും വേറെ പലരും ചെയ്യുന്നു. അപ്പം നിങ്ങൾക്കത് റിസ്ക് ആയിട്ട് വരത്തില്ലേ? ഇപ്പൊ ഒരു ടോപ്പിക് എടുത്തിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ യൂഷ്വൽ സൈക്കോന്റെ ഞാൻ കണ്ടിട്ടുണ്ട്, പിണറായി വിജയന്റെ കുറെ ആന്റി പിണറായി വിജയന്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പറയുന്നത് വിളിക്കുന്ന നെയിംസും ഒക്കെ വെച്ച് നോക്കുമ്പം ഒരു റിസ്ക് ഫാക്ടർ ഇല്ലേ? നാളെ ഇവർ എനിക്കെതിരെ വരും, ഞാനിപ്പോ രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കുകയാണെന്ന് വിചാരിച്ചു. ഞാനിപ്പോ പിണറായി വിജയൻ, നമ്മുടെ ഹോണറബിൾ മുഖ്യമന്ത്രിയെ ഞാൻ വിളിക്കുന്നത് പിണുമാമ എന്നാ ഞാൻ വിളിക്കുന്നത്. ഞാൻ അങ്ങനെ വിളിക്കുന്നത്. എനിക്ക് അതിനകത്തൊരു ബാഡ് ആയിട്ട് തോന്നുന്നില്ല. ഞാനൊരു തമാശ രീതിയിൽ ഒരു പിണുമാമൻ, ആ ഒരു അങ്ങനെയാ ഞാൻ കൊണ്ടുപോകുന്നത്. അതിനെ അല്ലാതെ പുള്ളിയെ വേറെ വാക്കുകൾ ഉപയോഗിച്ച് വൃത്തികേടായിട്ട് പോർട്രേറ്റ് ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ അതിനകത്തൊരു ചെറിയ ഹാസ്യവും ഞാൻ കൊടുക്കും. മനസ്സിലായില്ലേ? അങ്ങനെയാ ഞാൻ ആ ഒരു കോണ്ടന്റിനെ കൊണ്ടുപോകുന്നത്. പക്ഷെ ആ കോണ്ടന്റിനെ ഞാൻ അത്ര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ലൈക്ക് ഒരു കോമിക് രീതി കൊണ്ടുപോകുമ്പോഴും എന്റെ പെർസ്പെക്ടീവ് ഞാൻ ഉറപ്പിച്ചിട്ടാ പോകുന്നത് ആ ഒരു വിഷയത്തിൽ. ഇപ്പൊ ഇതുപോലുള്ള ദീപകിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഇതുപോലുള്ള ലൈക്ക് അതല്ലാതെ ഔട്ട് ഓഫ് പൊളിറ്റിക്സ് വരുന്ന ടോപ്പിക്കുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഇതാണ് എന്ന് പറഞ്ഞ് പോകാൻ പറ്റത്തില്ല. പക്ഷെ രാഷ്ട്രീയം പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതാണ് ഈ നാട്ടിൽ. നമ്മൾ ഓരോ വ്യക്തികളും ചെയ്യുന്നതിന്റെ ഫലം നമുക്ക് കിട്ടുന്നുണ്ട്. അതിപ്പം കൂടുന്ന ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, ഏതിലും ആയിക്കോട്ടെ, റോട്ടിലോട്ട് കാറും കൊണ്ട് പുറത്തിറങ്ങുമ്പോഴായിക്കോട്ടെ, എല്ലാം നമ്മൾ അനുഭവിക്കുന്ന ആൾക്കാരാണ്. സോ അതിൽ ഓപ്പണായിട്ട് നമ്മുടെ വോച്ച് പറയാം. അത്
ചെയ്യും. അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വരട്ടെ എന്നുള്ള ഒരു ഇതിലേ ഉള്ളൂ. അല്ല പക്ഷെ അതിലൊരു ചോദ്യമുണ്ട്. അതായത് നിങ്ങൾ പറയുമ്പോൾ അതിൽ പുള്ളി ചെയ്ത കുറച്ച് തെറ്റായ കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പം അത് വേറെ മീഡിയയിലൊന്നും വരുന്നില്ല. അപ്പം യു ആർ പുള്ളിയെ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ത്രെട്ട് പുള്ളിക്ക് ഫീൽ ചെയ്യുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു. ഒരിക്കലും ഒരു ത്രെട്ടായിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്ന, ഞാൻ ഈ നാട്ടില് ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ഒരു പൗരനായിരുന്നു. അതായത് ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാല്, ഇപ്പം വേറെ ആരും ഒന്നും അറിയുന്നില്ല, എല്ലാവരും ഡിസ്കസ് ചെയ്ത ഒരു സാധനം UP ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരുമ്പോ എന്റെ ഒരു സാധനം ഒരാൾ പൊക്കിക്കൊണ്ട് വരുന്നു, അവനെ അടിച്ചൊതുക്കണം എന്നുള്ള ഒരു തോട്ട് അവർക്ക് വരത്തില്ലേ? ഉറപ്പായിട്ടും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ എത്രയോ പേരെ അടിച്ചൊതുക്കാൻ ശ്രമിക്കാറുണ്ട്, ചെയ്തിട്ടുണ്ട്. ഇല്ല, ഇത് ചെയ്യും നമുക്ക്. പക്ഷെ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നതാണ് ഈ നാട്ടില്. ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ പോകുമ്പോ, ഞാനിപ്പം വേറൊരു നല്ല കാര്യം ഞാൻ പറയാം. ഇന്നലെ ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി, ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. എനിക്ക് ഭയങ്കര വൃത്തിയുള്ള ഒരു ഹോസ്പിറ്റല്. ഞാൻ ഈ അടുത്ത് ഇത്രയും നല്ല ഹോസ്പിറ്റൽ കണ്ടിട്ടില്ല, സർക്കാർ ആശുപത്രി. നല്ലൊരു കാര്യമില്ല, ഞാനത് പറയും. ഞാൻ നല്ലതും പറയും. നല്ലത് കണ്ടാൽ നമ്മൾ നല്ലതെന്ന് പറയണമല്ലോ. എപ്പോഴും നെഗറ്റീവ് മാത്രം ആയി പോകരുതെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ പല കേസുകളിലും നമ്മളിപ്പം ഇവിടെ സോഷ്യൽ മീഡിയ വഴി നമ്മുടെ അടുക്കിലേക്ക് എത്തുന്ന പല ന്യൂസസിലും നമുക്ക് ഒരിക്കലും പോസിറ്റീവ് ഒന്നും പറയാനില്ല, നെഗറ്റീവ്സ് ആണ് കൂടുതൽ. പക്ഷെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. പോലെ ഇന്നലെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ വളരെ വളരെ വൃത്തിയുള്ള ഒരു ഹോസ്പിറ്റൽ, എറണാകുളത്ത് ചേരാനെല്ലൂർ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ചേരാനെല്ലൂരിലുള്ള ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ, വളരെ നല്ല, ഇത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. നല്ല ബിഹേവിയർ ഉള്ള ഒരു ഡോക്ടർ, അവിടുത്തെ അറ്റൻഡേഴ്സ് ആണെങ്കിലും. പക്ഷെ അത് ആളുകൾക്ക് കേൾക്കാൻ താല്പര്യമില്ല. അത് താല്പര്യമില്ല, എനിക്കറിയില്ല എന്താണത്. പക്ഷെ ഞാൻ അതും പറയും. അതെ, ബിക്കോസ് ഇപ്പം ഒരു വീഡിയോ ഇപ്പം ഉണ്ടാക്കുവാണ്, ഒക്കെ നല്ലൊരു ഹോസ്പിറ്റലാണ്, നല്ല വൃത്തിയാണ്, എത്ര പേര് കാണും. പക്ഷെ അതേ സമയത്ത് ഈ ഹോസ്പിറ്റലിൽ ഇന്ന ഡോക്ടർ ഈ നഴ്സിനോട് ചെയ്തത് കണ്ടോ, അത് ഭയങ്കര വ്യൂസ് കയറും. അതാണ് അവർക്ക് അറിയേണ്ടത്. അപ്പൊ നമ്മുടെ ആളുകളുടെ മനസ്സിന്റെ വൃത്തിയോടെ അല്ല ഇതിനകത്ത്. വിനോദേട്ടാ, അത് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിത് സംസാരിക്കുമ്പോ പോലും, ഓപ്പണായിട്ട് ഞാൻ പറയാണ്, നമ്മളിത് സംസാരിക്കുമ്പോ പോലും, നമ്മളാണെങ്കിൽ പോലും ചിലപ്പോ അങ്ങനെ ഒരു കാര്യം വരുമ്പോ ചാടിക്കേറി ക്ലിക്ക് ചെയ്യും അറിയാൻ വേണ്ടി. അതെ, നമ്മൾ നോക്കും. അതൊരു നോർമൽ ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. എന്താണ് കേരളത്തിൽ മാത്രമേ ഇങ്ങനെ, ഇപ്പൊ പുറത്ത് ഇങ്ങനൊന്നും ഇല്ലാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന അരിയുടെ ആയിരിക്കും, പച്ചക്കറികളുടെ ആയിരിക്കും. അത് ശരിയാണ് കേട്ടോ. അത് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ രാഷ്ട്രീയക്കാർ ഇങ്ങനെ കളിയാക്കാൻ പറ്റുന്നത്. ഇപ്പം കർണാടകയിലോ ബാംഗ്ലൂരോ മുംബൈയിലൊന്നും രാഷ്ട്രീയക്കാരെ, ഒരു മന്ത്രിമാരെ, ഒരു MLA അങ്ങനെ കളിയാക്കാൻ പറ്റത്തില്ല. അപ്പൊ അടി വീഴും, തീരും. നമ്മൾ ഇരിക്കത്തില്ല, അത് വേറെ കാര്യം. ഇവിടെ പക്ഷെ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട്. അത് പറയാനുള്ള ഒരു ധൈര്യം കൊണ്ടുവന്നത് ഈ സോഷ്യൽ മീഡിയ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതല്ലാതെ നമ്മൾ പണ്ട് നമ്മൾ ഇറങ്ങി റോട്ടിലോട്ട് നിന്ന് കുറച്ച് നേരം നിന്ന് അവിടെ കിടന്ന് ഒച്ച വെച്ച് കൂവി ആര് കേൾക്കും? ഒരു 100 പേര് കണ്ടാൽ അതിൽ 5 പേര് ചിലപ്പോ 5 ശ്രദ്ധിക്കത്തില്ല. പക്ഷെ ഇവിടെ എന്താ ഒരു സമാധാനം കിട്ടുന്നത് അറിയോ? നമ്മുടെ വീഡിയോ 100 പേരെ ചിലപ്പോൾ അത് കാണത്തുള്ളായിരിക്കും. അതിലൊരു 10 പേരെങ്കിലും ആ വീഡിയോ മൊത്തം കാണും. അവർക്ക് മനസ്സിലാവും നമ്മൾ പറയുന്നത് എന്താണെന്ന്. അത് മതി. അതാണ് ഈ സോഷ്യൽ മീഡിയയുടെ വേറൊരു പോസിറ്റീവ് ആണത്. നെഗറ്റീവും ഉണ്ട്. ഇത് ഒരു സമരങ്ങളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലോട്ട് എത്തി. കാരണം അവിടെ പോയി സമരം ചെയ്യുന്നതിന് പകരം സോഷ്യൽ മീഡിയയിൽ സമരം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ജെൻസി അപ്രോച്ച്. അല്ല, അത് അരുണേട്ടൻ പറഞ്ഞ കറക്റ്റ്. കാരണം ജെൻസി അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ അതിനെ ഡൈല്യൂട്ട് ചെയ്യരുത്. നമ്മളും ഈ ജെൻസിയുടെ ഈ വേവ് നമ്മളും ഫീൽ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഇതാണ്, മനസ്സിലായില്ലേ? ഇത് ഈ നെഗറ്റീവ് കേൾക്കുക എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ സൈക്കോളജിയാണ്, ഒരു കോഗ്നേറ്റീവ് തിങ്കിങ് ആണത്. ഈ നെഗറ്റീവിലാണ് കൂടുതൽ ഇൻഫർമേഷൻ ആൾക്കാർ പുഷ് ചെയ്യാൻ നോക്കുന്നതും നമ്മൾ പ്രോസസ് ചെയ്യാൻ നോക്കുന്നത്. പോസിറ്റീവിൽ എന്താ, അവൻ നടന്നുപോയി, 10 രൂപ കിട്ടി, പൈസ കിട്ടി, സന്തോഷം. അവൻ നടന്നു പോയപ്പോ കണ്ടോ അവളെ കയറിത്തോണ്ടി, ഉടനെ പോയി. അതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റും പറയുന്ന രീതിയും, ആ ഒരു ലോട്ടറി അടിച്ചവന് ആ ലോട്ടറി അടിച്ച് അവന്റെ ഇത് പുട്ടടിച്ച് പോയി, തീർന്ന്. പക്ഷെ ആ ലോട്ടറി അടിച്ചവൻ അവന്റെ പൈസ മുഴുവൻ ദൂർത്തടിച്ചിട്ട് അടുത്ത വർഷം ഇതേ സമയമാകുമ്പോഴത്തേക്കും എന്താ പറയാ, റോഡ് സൈഡിൽ തെണ്ടിക്കൊണ്ട് നടക്കുന്നോ അല്ലെങ്കിൽ തട്ടുകടയിട്ട് ജീവിക്കുന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ നെഗറ്റീവ് വൈബിലാണ് ആൾക്കാരുടെ കോഗ്നേറ്റീവ്നെസ് പോകുന്നത്. അപ്പൊ അതിന് വെറുതെ നമ്മളൊരു ജനറേഷനെ തള്ളി പറയണ്ട. വി ആർ ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ് വേവ്. നമ്മളൊന്നും ഇവിടുന്ന വേവിലാണ് ഇപ്പോഴത്തെ ജെന്നിസെഡും മറ്റേ ആൽഫയും എല്ലാം ഇതിലുള്ളത്. നേഷൻ വാണ്ട്സ് ടു നോ എന്നുള്ള ഡയലോഗ് ഇറക്കിയത്
എന്നാലേ വരത്തുള്ളൂ. The nation wants to know. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ യൂഷ്വൽ സൈക്കോ പോലെയുള്ള വേറെ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ലീഗലി പ്രശ്നം വരുമ്പം നിങ്ങൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഡു യു ഹാവ് ലൈക്ക് ലോയേഴ്സ് ടു അഡ്വൈസ്, അതോ ഇന്ന ഏരിയസ് കുഴപ്പമില്ല, ഇങ്ങനെ പൊതുവെ എങ്ങനെയാണത്? നിങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തിയെ തന്നെ എനിക്ക് കുറച്ചുകൂടെ പേഴ്സണൽ ആയിട്ട് അറിയാവുന്ന ഒരാളുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. സോ പറയണ്ട. ഇല്ലില്ല, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്ക് നമുക്ക് കേസും കാര്യങ്ങളും വരും എന്ന് പറയാതെ പറഞ്ഞൊരു പേടിപ്പീരുണ്ട്. ചില ടോപ്പിക്കുകൾ ജയിക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു പേടിപ്പീര് വരാറുണ്ട് ത്രൂ ഇൻസ്റ്റഗ്രാം ഒക്കെ. പക്ഷെ ഇതിലായിട്ടും അങ്ങനെ കേസായിട്ടൊന്നും വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാം എന്നേ ഉള്ളൂ. അല്ലാതെ പൊതുവെ ആദ്യം പോലീസ് സ്റ്റേഷനിൽ ഒരു കോൾ വരും അല്ലേ? പോലീസ് സ്റ്റേഷനിൽ കോൾ വരും, കംപ്ലൈന്റ് വന്നിട്ട് കോൾ വരും. അപ്പൊ അവിടെ ഒത്തുതീർപ്പാക്കാൻ നോക്കും. ഇതാണ് എനിക്കറിയുന്നത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെ, ചിലപ്പോ അവിടെ ഒത്തുതീർപ്പാക്കാൻ നോക്കും. നമ്മളെ വീഡിയോ എന്തെങ്കിലും മൂവ് ചെയ്യണമെന്ന് ആര് പറയണേ, ചിലപ്പോൾ വീഡിയോ മൂവ് ചെയ്യേണ്ട വരും. ഇനിയിപ്പോ ചെയ്യുന്നില്ല, ലീഗലായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഇതിലാണെങ്കിൽ ചിലപ്പോ അങ്ങനെ മുന്നോട്ട് പോകും. വരും. കേസ് വരാതെ ഇരിക്കുന്ന ആൾക്കാരില്ല. ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും കേസ് ഉണ്ട്. പക്ഷെ കോർട്ടിലെത്തിയ ഒരു കേസ് ഉണ്ടോ ഇതുവരെ? കോർട്ടിലെത്തിയ കേസ് ഇപ്പോഴും സംസാരങ്ങൾ, എനിക്ക് കോർട്ടിലെത്തിയ കേസ് സോഷ്യൽ മീഡിയ, ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. OG ലൈഫ് സുനിൽ അറിയായിരിക്കും, OG സ്റ്റാൻഡ്. പുള്ളിക്കെതിരെ 2 പേരൊന്നും പറയുന്നില്ല, 2 പേര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ പല കാര്യങ്ങളും കുത്തിപ്പൊക്കി വന്നു. ചൂണ്ടിക്കാണിച്ചാ മതി, പേര് പറയണ്ട. ഇല്ല, എന്താണ് ചൂണ്ടിക്കാണിച്ചാ മതി, പേര് പറയണ്ട. ചൂണ്ടിക്കാണിച്ച എന്നിട്ട് വേണം പുള്ളിക്കെതിരെ കേസ് വരെ. അതെ പറഞ്ഞു. ആ പേര് പോലും പറയാതിരിക്കുന്നതല്ല. അപ്പൊ എന്താണെങ്കിലും 2 പേര് അങ്ങനെ ഇറങ്ങി, കുറെ കാര്യങ്ങളും കുത്തിപ്പൊക്കി ഇറങ്ങി. ഇപ്പൊ 2 പേരുടെ ഒരു വിവരമില്ല. അതിൽ ഒരാളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അങ്ങ് പോയി. 3 ലക്ഷം 4 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ട് ആയിരുന്നു, പോയി. അതെ, മനസ്സിലായില്ലേ? സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരും. ചില വമ്പൻ ആളുകളെ തൊടാൻ ഇറങ്ങുമ്പോ ചിലപ്പോ കയ്യിൽ ഇരിക്കുന്ന എല്ലാം പോയെന്നിരിക്കും. അപ്പൊ ഓജീഷനിൽ അത്രയും കിടൽ ഭയങ്കരനാണെന്നാണ് പറഞ്ഞിരുന്നത്. ഓഫ് കോഴ്സ്, വെരി പോപ്പുലർ. എന്താണ് എല്ലാ രീതിയിലും പുള്ളിക്ക് നല്ല ക്രേസി റീസൺസ് അല്ലേ? പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട് എഫക്ട് ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ തന്നെ ഒരു ചാനൽ ഞാൻ കാണുന്നത്, മെറ്റാട്രോൺ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, ഹിസ്റ്ററിയും ഇതൊക്കെ റിലേറ്റഡ്. പുള്ളി കുറച്ച് പൊളിറ്റിക്കൽ കോണ്ടന്റ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളി ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. പുള്ളി ഒന്ന് റിഫ്രഷ് ചെയ്തപ്പോഴത്തേക്കും 3000 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ വാനിഷ് ആയിപ്പോയി. അതൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ടോ? അതോ ഈ യൂട്യൂബിനെ തന്നെ എന്തെങ്കിലും ഒരു അൽഗോരിതമോ അല്ലെങ്കിൽ അവർ യൂട്യൂബ് ആ പ്ലാറ്റ്ഫോം എന്തെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? സംതിങ് അങ്ങനെ ഒന്നും ചെയ്യുന്നതായിട്ട് ചില സമയത്ത് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഇടയ്ക്ക് കോൺടാക്ട് ചെയ്യാറുണ്ട്. 2-3 മാസം മുമ്പ് അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവർ നമുക്ക് പല ടിപ്പുകളും തരും. നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഷോർട്ട്സ് ചെയ്യണം. ഇവരങ്ങനെ പലതും പറയും. ഇവര് പറയുന്ന പോലെ അങ്ങനെ ചെയ്തു കൊടുക്കാറില്ല. നമ്മുടെ ഒരു ഇഷ്ടത്തിനെ നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പൊ യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും നമ്മുടെ ചാനലിനെ അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കത്തില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ ഒരു കോണ്ടന്റ് നമ്മൾ ചെയ്തു, ആളുകൾക്ക് വേണമെങ്കിൽ നമ്മളെ ഇല്ലാതാക്കാം. അല്ല, പക്ഷെ ഒരു നിമിഷം കൊണ്ടൊക്കെ എങ്ങനെ 3000 സബ്സ്ക്രൈബ് ഒക്കെ എങ്ങനെ ഡിസപ്പിയർ ആവും? ചിലപ്പോൾ ഇടുന്ന വീഡിയോ ഒരുപാട് ആളുകളിൽ ജസ്റ്റ് ഒരേ ടൈമിൽ കണ്ടോണ്ടിരിക്കുകയായിരിക്കും, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ തന്നെ ചിലപ്പം അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു 3000 പേരൊക്കെ ഒറ്റയടിക്ക് ഇറങ്ങി പോകാനായിട്ടൊരു ചാൻസ് വേറെ ഗ്ലിച്ചോ അല്ലെങ്കിൽ ആയിരിക്കും, ടെക്നിക്കൽ ഗ്ലിച്ചോ എന്തൊക്കെ ആയിരിക്കും, തിരിച്ചു വന്ന് കയറുമായിരിക്കും. സബ്സ്ക്രൈബേഴ്സ് ഇറങ്ങി പോകുന്ന ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡ് ഓൺ കോണ്ടന്റ്. ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലപ്പോൾ ഒറ്റയടിക്ക്. എന്റെയൊക്കെ ചാനൽ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയിരുന്ന സമയമുണ്ട്, ഭയങ്കര ഡൗൺ ആയി പോകുന്ന സമയമുണ്ട്. ആ സമയത്ത് ഞാൻ കാണാറുണ്ട് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കുത്തനെ ഇറങ്ങി പോകുന്നു. 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇറങ്ങി പോയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും അപ്പാവുന്ന സമയത്ത് ഈ പോയതെല്ലാം അടിച്ചു കയറും. എനിക്കൊന്ന് ഒറ്റയ്ക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ ഉള്ള ഡ്രോബാക്ക് ആണ്. അതായത് ഒരു സ്റ്റാൻഡേ പിടിക്കാൻ പറ്റുന്നുള്ളൂ. യൂട്യൂബ് ചെയ്യുന്നത് കുറച്ച് താഴോട്ടാക്കിയാലേ നിങ്ങൾ വർക്ക് ചെയ്ത് ബെറ്റർ കണ്ടന്റ് എടുത്തുള്ളൂ. നമുക്ക് ഡെയിലി കണ്ടന്റ് കൊടുക്കണ്ടേ? നമ്മൾ തുര എനിക്കറിയാവുന്ന ചില ഫ്രണ്ട്സ് ഉണ്ട്, തുര ഇങ്ങനെ കോണ്ടന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അവരെ പ്രൊമോട്ട് ചെയ്യുക. അവരുടെയൊക്കെ ചാനൽ 2-3 ദിവസമൊക്കെ ഡൗൺ ആയിരിക്കത്തുള്ളൂ. കാരണം വീഡിയോ ഇട്ടങ്ങ് വെറുപ്പിക്കും യൂട്യൂബിനെ. യൂട്യൂബ് തന്നെ മതിയാവും, എങ്ങനെയെങ്കിലും ഇതിന്റെ വീഡിയോ റീച്ച് ആക്കി വിടുന്നില്ല. അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒറ്റയ്ക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്റ്റാൻഡിലേ പിടിക്കാൻ പറ്റത്തുള്ളൂ. 2 പേരുണ്ടെങ്കിൽ നമുക്ക് 2 സ്റ്റാൻഡ് പിടിക്കും. ഇപ്പം പിണറായി, ഞാനിപ്പോ ഈ കാറിലിങ്ങനെ ഇരിക്കുക പുറത്ത്, എന്റെ അപ്പുറം വേറൊരാൾ ഇരിപ്പുണ്ട്, ഒരു ലേഡിയാണെന്ന് തന്നെ വിചാരിച്ചോ. ചിലപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പുറത്തൂടെ പോകുന്ന ഒരാൾ നോക്കത്തില്ല. പക്ഷെ അപ്പുറം ഒരാൾ ഇരിപ്പുണ്ടെങ്കിൽ പുറത്തൂടെ പോകുന്ന 2 പേരെങ്കിലും നോക്കും.
അത്രേ ഉള്ളൂ. അത് സോഷ്യൽ മീഡിയയിലും എനിക്ക് പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ കൂടെ ഒരു ലേഡി ഉള്ളപ്പോ എപ്പോഴും കുറച്ചുകൂടെ ക്യാച്ച് ആണല്ലോ ഗേൾസ് എന്ന് പറയുമ്പോൾ, കുറച്ചുകൂടെ ആൾക്കാരെ ക്യാച്ച് ചെയ്യും. ഓക്കെ, അവരുടെ കണ്ണ്, അവരുടെ മൂക്ക്, അങ്ങനെ പറഞ്ഞ് ആസ്വദിക്കും ചില ആളുകൾ. അത്രേ ഉള്ളല്ലോ. ആ ഞാനെന്താ പറഞ്ഞു? നീ പറഞ്ഞില്ലേ പലതും പറഞ്ഞിട്ടുണ്ട്. മര്യാദക്ക് പറഞ്ഞ ആരും കേൾക്കത്തില്ല, വേറെ രീതിയിൽ കൊണ്ടുവന്ന ആൾക്കാർ. എനിക്ക് അതിനോട് ഒരു ചോദ്യം കൂടെ ഉണ്ട്, എസ്പെഷ്യലി യു പിക്ക് വേണമെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാം. വിനോദ് ചോദിച്ചു നിങ്ങൾക്ക് കേസ് ഉണ്ടാവില്ലേ, അത് കോടതി പോയ എങ്ങനെ, അതൊക്കെ. പക്ഷെ ഓൺ ദ ഫസ്റ്റ് പ്ലേസ് വൈ ഷുഡ് സംബഡി ഫയൽ എ കേസ് അഗെയിൻസ്റ്റ് യു? അതിന്റെ ആവശ്യം എന്താണ് വരുന്നത്? ഇപ്പൊ ഈ പിനുമാമ എന്ന് വിളിച്ചാൽ തന്നെ ഇപ്പൊ പിനുമാമന് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പിനുമാമൻ കയറി കേസ് കൊടുക്കൂ? അല്ല, കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുള്ള ഫ്രീഡം ഓഫ് സ്പീച്ചിനെ അത് ബാധിക്കുകയല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എന്റെ സ്വാതന്ത്ര്യം എന്റെ മൂക്കറ്റം വരെയും നിന്റെ സ്വാതന്ത്ര്യം നിന്റെ മൂക്കറ്റം വരെ എന്ന് പറയുന്നുള്ള ആ ഒരു ഇതിലേക്ക് മാറുകയല്ലേ? അങ്ങനെയല്ല. ഇതിനകത്തൊരു കേസ് ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഈ ഒരു വാക്കൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അത് മോശമായിട്ടുള്ള ഒരു വാക്കുമല്ല, കേസ് കൊടുക്കാൻ ഓപ്ഷൻസും ഇല്ല. അപ്പൊ അത് അങ്ങനല്ല. ഇതിപ്പോ വേറൊരു ടോപ്പിക്കിലേക്ക് വരിക. ഇതിപ്പോ ദീപകിന്റെ ഒരു ഇഷ്യൂ, ദീപകിന്റെ ഇഷ്യൂല് ഞാൻ അതുകൊണ്ടാണ് നേരത്തെ റിപ്ലൈ തരാം. അത് വേറൊന്നും കൊണ്ടല്ല, ശ്രീചേട്ടൻ ചോദിച്ചതുപോലെ ആ പെൺകുട്ടിക്കെതിരെ നല്ല രീതിയിൽ വോയിസ് ഞാൻ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് ആ പെൺകുട്ടിക്ക് നാളെ അവളെ ഞാൻ സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരു കേസ് കൊടുക്കാം. ഇപ്പോഴത്തെ ഇത് വെച്ചിട്ടല്ല, ഇപ്പോഴത്തെ വീഡിയോകളിലൊന്നും ഞാൻ അപമാനിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഞാൻ അപമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. മനസ്സിലായോ? അത് കൊടുക്കാം. ചിലപ്പോൾ നമ്മൾ ട്രൂത്ത് ആയിരിക്കും പറയുന്നത്, അതിനകത്തെ തെറ്റുകൾ ഓരോന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. പക്ഷെ മനുഷ്യനാണ്, ചില സമയത്ത് കുറച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒരു എന്തെങ്കിലും ഓവറായി പോയാൽ അത് വേണമെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്ത് കേസ് കൊടുക്കാം. അതിനകത്ത് തെറ്റില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് മിക്കപ്പോഴും ഞാൻ എന്റെ വീഡിയോകളിൽ അത്രയും നമുക്കെതിരെ അത്രയും വൃത്തികേടുകൾ ചെയ്ത ആളുകളെ മാത്രമേ നമ്മൾ ഒരു പോയിന്റിനപ്പുറത്തേക്ക് പോയിട്ട് എന്തെങ്കിലും വായിരുന്ന വീഡിയോ ഉള്ളൂ. അതല്ലാതെ നമ്മൾ ഒന്നും പറയത്തില്ല, ഒന്നും പറയാറില്ല. അപ്പൊ വേറൊരു കാര്യം, ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനോ അങ്ങനെ ഒരു ഫോറമോ എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഗൈഡ് ലൈൻസും നമ്മൾ സെറ്റ് ചെയ്യണ്ടേ? ഫോർ എക്സാമ്പിൾ, മെയിനായിട്ട് ഞാൻ പറയുന്നത് ഈ പ്രൈവസിയുടെ കാര്യം. നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളിൽ അവര് ആൾക്കാരുടെ പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇപ്പൊ ടി വിയിലാണെങ്കിലും ആരെ കാണിച്ചാലും അവരെ ഫാമിലി അവരെല്ലാം ബ്ലർ ചെയ്യും, അവരുടെ ആരും ഫേസ് പുറത്തു വിടത്തില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. എന്താണെങ്കിലും നമ്മൾ എക്സ്പോസ് ചെയ്യും എല്ലാ ആൾക്കാരെയും. സോ അതിന് ഒരു ലോയോ റൂളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചില കേസുകളിൽ നമ്മൾ എക്സ്പോസ് ചെയ്യേണ്ട വരും. ഇപ്പോ ഈ റീസെന്റ് ആയിട്ട് ഇപ്പൊ നടന്ന, ഞാൻ പറഞ്ഞല്ലോ, ഒരു പെൺകുട്ടി അമ്മ രണ്ടുപേരും പോയി. അപ്പൊ അതില് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആ പയ്യൻ, ഈ പെൺകുട്ടിയുടെ ഭർത്താവ്. അങ്ങനെ ഒരു വ്യക്തി ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ 6 വർഷമായി. എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ആ ഒരു വിഷയത്തിൽ. ഞാൻ അതുകൊണ്ട് ആരെയും ഇപ്പം ഇതിനായിട്ട് കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം 6 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞു, 25 ദിവസമേ ഒന്നിച്ച് താമസിച്ചുള്ളൂ. ഓഫ് കോഴ്സ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരായിരിക്കും ഡൈവോഴ്സിന് മുന്നിട്ട് ഇറങ്ങേണ്ടത്. അതെ അല്ലേ? അങ്ങനെ ആയിരിക്കണം. കാരണം അവൻ നമ്മുടെ അടുത്തോട്ട് വരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് കരുതി നമ്മൾ പോകണം, ഡിവോഴ്സ് എടുക്കണം, എന്നിട്ട് അടുത്ത ലൈഫ്. എന്തിനാ? അങ്ങനെ ഒരാളുടെ ആവശ്യമില്ല, അടുത്തൊരു ലൈഫായിട്ട് പോകും. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന ഈ പെൺകുട്ടിയുടെ അമ്മയുടെ ആത്മഹത്യാ ലെറ്ററിൽ അവർ പറയുന്ന ഒരു കേസ്, ഇവൻ വീണ്ടും കാശ് 200 പവനൊക്കെയാ കിട്ടിയത്, അതൊന്നും തികയത്തില്ല, അവൻ ഇനിയും വേണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഹരാസ് ചെയ്യുമായിരുന്നു. ഒരു മരണ വീട്ടിൽ വെച്ച് ഹരാസ് ചെയ്തു. സോ അങ്ങനെ അവൻ ഹരാസ് ചെയ്തു, അവന്റെ കുടുംബം ഹരാസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ ഒരു കേസിൽ ആ കുടുംബത്തിനെ, ഇത്രയും ഒരു മരണ വീട്ടിൽ വെച്ച് പോലും ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ഹരാസ് ചെയ്ത ഒരു ഫാമിലിയെ നമ്മൾ എക്സ്പോസ് ചെയ്യണ്ടേ? എന്താ ചെയ്യാൻ പാടില്ല. ഞാൻ സോറി, ഞാൻ ഇടപെടുന്നതാണെന്ന് വിചാരിക്കരുത്. ഞാൻ എന്റെ ഒരു പ്രൈവസി രീതിയിൽ ഞാൻ പറയുന്നതാണ്. gives you the right to show my face without seeking my permission. ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. ഞാൻ ക്രൂരത ചെയ്യുന്ന ഒരു ഭയങ്കര ഭീകരനാണ്, പക്ഷെ യു ഹാവ് നോ റൈറ്റ് ടു ഷോ മൈ ഫേസ് ഓൺ യുവർ ചാനൽ വിതൗട്ട് മൈ പെർമിഷൻ. അല്ല, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ, അങ്ങനെ ചെയ്യുന്ന വളരെ ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയെ എക്സ്പോസ് ചെയ്യാതിരിക്കുമ്പോ അയാൾ ഒരു തവണ ചെയ്തു, ആരും ഈ സമൂഹത്തിൽ ആരും അയാളെ കാണുന്നില്ല, അയാൾ ജയിലിൽ പോയി തിരിച്ചിറങ്ങി.
വീണ്ടും ഇയാളത് ചെയ്യാൻ ഇറങ്ങിയ ചേട്ടൻ ആദ്യമേ പറഞ്ഞ പോലെ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ I'm being a devil's advocate, okay? I'm being a devil's advocate, yeah? So അത് നിങ്ങളുടെ ഊച്ചാളി സോഷ്യൽ മീഡിയ കാണിക്കണ്ടല്ലോ, അത് വേണേൽ മെയിൻ സ്ട്രീം ഓഡിയോ ഇത് കാണിക്കട്ടെ. ആ മീഡിയ ആണ് അത് കാണിക്കേണ്ടത്. നിങ്ങൾ രണ്ടും വീഡിയോ എടുത്ത് നടക്കുന്നവർ കാണിക്കാൻ പാടില്ല. ഇതാണ് എന്റെ ആർഗ്യുമെന്റ്. സോറി, ചാനലുകൾ കാണിക്കുമ്പോൾ ഇതൊരു പരിധിയിൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഇത് വരുമ്പോൾ ഇത് ഒരുപാട് ആളുകളിലേക്ക് പറഞ്ഞേ. ഇതൊരു ന്യൂസ് മീഡിയ എടുത്ത് പോയി പറ. അവര് ലക്ഷങ്ങളും കോടികളാണ് അഡ്വർടൈസ്മെന്റിന് മേടിക്കുന്നത്. സെയിങ് മൈ വ്യൂവർഷിപ്പ് ഇസ് മില്യൺസ് ആൻഡ് മില്യൺസ് എന്ന് പറഞ്ഞിട്ട് മീഡിയ റീച്ച് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഫോൺ തൂക്കി നടക്കുന്ന ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് എന്താ തട്ടിക്കും നടക്കുന്ന പെണ്ണുങ്ങളുടെ വീഡിയോ ആണോ മൈലേജ് കിട്ടുന്നത്? അപ്പൊ സമൂഹത്തിന് അതിനെക്കാട്ടിലും കൂടുതൽ ഇന്ന് യൂട്യൂബില് ഓരോ വീഡിയോയിലും പോകുന്ന ആഡ്സിന് റവന്യൂ ഉണ്ട്. ഓരോ പോകുന്ന ആഡ്സിനും അതിന്റെ ഇരട്ടിയാണ് പൈ. പിന്നെ വേറൊരു കാര്യം, ഇന്ന് മെയിൻ സ്ട്രീം ചാനലിന്റെ ഏതൊരു ചാനലിന്റെ ആണെങ്കിലും യൂട്യൂബ് വീഡിയോകൾ എടുത്തൊന്ന് നോക്കുക. മണിക്കൂറുകൾ പോയാലും വളരെ കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ. ചില വീഡിയോകൾ മാത്രം നല്ല വ്യൂഷിപ്പ് പോകും. അവരുടെ കുറച്ച് പോകുന്ന വ്യൂസ് ഉള്ള വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ഡബിൾ ഇരട്ടി ആൾക്കാരിലേക്കാണ് ചെല്ലുന്നത്. മനസ്സിലായോ? പിന്നെ വേറൊരു കാര്യം, ശ്രീചേട്ടൻ നേരത്തെ പറഞ്ഞത് എന്റെ ഫേസ്, അതായത് ഞാൻ എത്ര വലിയൊരു ഒരു എന്താണ് ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത ഒരാളാണെങ്കിലും എന്റെ അനുവാദം ഇല്ലാതെ പുറത്തു വിടരുതെന്ന്. അതിപ്പം നമ്മളെന്നല്ല. അപ്പൊ ന്യൂസ് ചാനൽ ചെയ്യുന്നതിന് എന്താണ് കുഴപ്പം? ന്യൂസ് ചാനൽ ചെയ്യുന്നതിന് കുഴപ്പമില്ലേ? അല്ല, ന്യൂസ് ചാനലിലെ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി ഇതുണ്ട്. ഇറ്റ്സ് കൺസിഡർഡ് ആസ് ദ ഫോർത്ത് പില്ലർ. ദേ ഹാവ് ദ റൈറ്റ് ടു ഡു ഇറ്റ്. അത് അവർക്കെതിരെ എത്ര പേർക്ക് കേസ് എടുക്കാൻ പറ്റും? ജസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ്. അവർക്ക് ഇടാൻ റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഓൺലൈൻ മീഡിയയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരിക്കലും നേരെ ആ വ്യക്തിയുടെ വീട്ടിൽ പോയി ഫോട്ടോ എടുത്ത് നമ്മൾ ഇടുകയല്ല. ഈ വരുന്ന ബൈറ്റുകൾ, ഈ ന്യൂസ് ചാനൽസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ. അത് നമുക്ക് ചെയ്യാൻ ഈ പെൺകുട്ടി അങ്ങനെയല്ലല്ലോ ചെയ്തത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഈ ചെയ്യുന്നത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ വഴി, ഞാൻ നിങ്ങളെന്ന് പറയുന്നില്ല, സോഷ്യൽ മീഡിയ വഴി ഇങ്ങനത്തെ കാര്യങ്ങൾ പൊക്കിക്കൊണ്ട് വരുമ്പോൾ ഇങ്ങനത്തെ ട്രിവിയൽ മാറ്റേഴ്സ് ആണ് കവറേജ് കിട്ടുന്നത്. ഓക്കെ, ഇന്ത്യയില് ഇതിനെക്കാട്ടിലും 100 ഇരട്ടി ദുരിതരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വൈറ്റ് കോളർ ഇട്ട് സൂട്ടും കോട്ടും ഇട്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും ഇതിനെക്കാട്ടിലും കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്കൊന്നും അവിടെ എത്താൻ പറ്റാത്തത് കൊണ്ട്, നിങ്ങൾക്കൊന്നും അവിടെ പോയി വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അതൊന്നും മെയിൻ സ്ട്രീമിലോ സോഷ്യൽ മീഡിയയിലോ വരുന്നില്ല. പക്ഷെ പബ്ലിക് കൂടെ നടന്നു പോകുന്ന ആൾക്കാരുടെ വീഡിയോ നിങ്ങൾക്ക് എടുക്കാൻ ആക്സസിബിലിറ്റി ഉള്ളത് കൊണ്ട് അതെടുക്കുന്നു, അത് ന്യൂസ് ആകുന്നു. അന്നേരം ഇതിനകത്ത് പറ്റുന്നത് ശ്രീഹരി പറഞ്ഞതുപോലെ ജേർണലിസം ഇസ് എ പില്ലർ. ജേർണലിസം നടക്കേണ്ട രീതി നടക്കണമായിരുന്നു. അതിനാണ് നിയമം വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു വീഡിയോ എവിഡൻസ് കിട്ടിയെങ്കിൽ അത് ആദ്യം കൊണ്ടുപോകേണ്ടത് പോലീസിന്റെയും ജേർണലിസ്റ്റ് ന്യൂസ് പേപ്പറിന്റെ അടുത്താണ്. അങ്ങനെയാണ് അത് ഒരു വാർത്തയാകേണ്ടത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരിടത്ത് വായിച്ചു, ഇപ്പോൾ എല്ലാരും ക്യാമറാമാനും ജേർണലിസ്റ്റും ജഡ്ജും എക്സിക്യൂഷണറും എല്ലാരും. എവ്രിവൺ ഈസ് എ ക്യാമറാമാൻ ആൻഡ് ഈസ് എ ജേർണലിസ്റ്റ്. അന്നേരം ഇതിനകത്ത് പറ്റിയിരിക്കുന്നത് എവ്രിവൺ ഈസ് എ മോറൽ പോലീസ്. നോ ട്രെയിനിങ്, നോ ലോ, നോ അക്കൗണ്ടബിലിറ്റി. എല്ലാരും പോലീസാണ്. ശ്രീകണ്ഠനാരുടെ ഒരു ഷോ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ തമ്മിൽ എന്നുള്ള. അതിന്റെ ഈ ഇടയ്ക്ക് ഈ ദീപകിന്റെ കേസൊക്കെ സംസാരിച്ചതിന്റെ ഇടയിൽ എനിക്ക് ആ പെണ്ണുങ്ങളുടെ പേരറിയില്ല, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്. പുള്ളിക്കാരി വന്നിട്ട് പുള്ളിക്കാരുടെ സോഷ്യൽ അനലിസ്റ്റ്. വാട്ട് കൈൻഡ് ഓഫ് ടാഗ് ലൈൻ ഇസ് ദാറ്റ്? വാട്ട് യു മീൻ ബൈ സോഷ്യൽ അനലിസ്റ്റ്? എന്താണ് ഈ അനലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഇതൊക്കെയാണ് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ കാരണമുള്ള ആ ഒരു ഇത്. അതായത് നമ്മൾക്ക് ആ ഒരു ജേർണലിസ്റ്റ്, ഇപ്പൊ തോമസൻ പറഞ്ഞല്ലേ, ആ ഒരു ജേർണലിസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡും ആ ഒരു മൈൻഡ് സെറ്റും ഉള്ള ആൾക്കാർ, ഐ എം നോട്ട് സെയിങ് ഇറ്റ് ഇസ് ട്രൂ ആൻഡ് ദിസ് തിങ്, പക്ഷെ എന്നാലും ജേർണലിസം ഈസ് എ ഒരു നല്ലൊരു പ്രൊഫഷൻ തന്നെയാണ്. ഓക്കെ, ആൾക്കാർക്ക് നേരും പല കാര്യങ്ങളും അറിവ് എത്തിച്ചു കൊടുത്തിരുന്നത് ഒരു കാലത്ത് അതായിരുന്നു. അതും ഡേഞ്ചറസ് രീതിയില്ല. അതായത് ഒത്തിരി റിസ്ക് എടുത്ത് ട്രൂത്ത് അൺകവർ ചെയ്ത് പോയി ഒരു എക്സ്റ്റെന്റ് വഴി എവിഡൻസ് ഗ്യാദർ ചെയ്താണ് ആൾക്കാര് ജേർണലിസം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അന്ന് ഇതിൻ്റെ അകത്ത് ഇപ്പം വന്നിരിക്കുന്നത്, ഇപ്പം there is a group of content creators who want content. Okay, അന്നേരം they will go to any extent to create news.
ചില അതാണ് ഇപ്പൊ ഇരിക്കുന്നത്. പക്ഷെ അവര് ഇറക്കുന്ന കണ്ടന്റ് ഒക്കെ വാലിഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ്, അല്ല ചുമ്മാ ഇറക്കുന്നതല്ലോ. ടേക്കിംഗ് അപ്പ് സോഷ്യൽ ഇഷ്യൂസ്, കറപ്ഷൻസ്, അങ്ങനെയുള്ള എല്ലാം സംസാരിക്കുന്നുണ്ട്. എഗ്രി ചെയ്യുന്നു. ദർ ആർ ഗുഡ് തിങ്സ് ടു, ദർ ആർ ഗുഡ് തിങ്സ് ടു. നല്ലപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവണ് UP കുറെ നല്ല കാര്യങ്ങൾ പറഞ്ഞു. ലൈക് ദർ ആർ അങ്ങനെയല്ല ബ്രോ, ഞാൻ ഇതിനകത്ത് ഇപ്പൊ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ടുണ്ട്. ഇപ്പൊ അതിലൊന്നാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസത്തെ പോലെ റീച്ചിന് വേണ്ടി മാത്രം പോയി പബ്ലിക്കിലേക്ക് ഇറങ്ങി ചില ആൾക്കാരുടെ വീഡിയോ എടുക്കുന്ന ആൾക്കാര്, മനസ്സിലായില്ലേ? ബസ്സിലെ ആണെങ്കിലും ട്രെയിനിലെ ആണെങ്കിലും അങ്ങനെയുള്ളത്. ഒരിക്കലും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സാധനം പബ്ലിക്കിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉടനെ നേരെ സോഷ്യൽ മീഡിയ അല്ല. അത് ഫസ്റ്റ് പോകേണ്ടത് ഇപ്പം നിയമപരമായിട്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകണം. ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത്, മനസ്സിലായോ? അത് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ സോഷ്യൽ മീഡിയ കൊണ്ടുവരാം. പക്ഷെ അപ്പോഴും സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് ബാക്കിയുള്ളവരെ കാണിക്കുമ്പോൾ രണ്ട് ചോദ്യം വരും. ഒന്ന്, എന്തിന് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നു, കേസ് കൊടുത്തില്ലേ? അപ്പോൾ ഒരു ആൻസർ എന്ന് പറയുന്നത് ഇത് നാളെ വേറെ ആൾക്കാർക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി, അയാളിൽ നിന്ന് സംഭവിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് പേരിലേക്കെങ്കിലും എത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ അതിന്റെ അപ്പുറത്ത് നിന്ന് പറയാം, എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ട എന്ന് ചോദിക്കാം. ഓഫ് കോഴ്സ് എല്ലാത്തിനും രണ്ട് സൈഡ് ഉണ്ട്. ഒരു കോയിന് രണ്ട് സൈഡ് ഉണ്ടെന്ന് പറയുന്ന കണക്ക് തന്നെ എല്ലാത്തിനും രണ്ട് സൈഡ് ഉണ്ട്. അത് ഈ സോഷ്യൽ മീഡിയയ്ക്കും ഉണ്ട്, റിയാക്ഷൻ ചാനലുകാർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, മെയിൻ സ്ട്രീം ചാനലുകാർക്ക് ഉൾപ്പെടെ ഉണ്ട്. ഈ മെയിൻ സ്ട്രീം ചാനലിനെ അങ്ങോട്ട് നമ്മൾ ഒരുപാട് പൊക്കിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള അല്ലാതെ അവര് ഈ വൈറ്റ് കോളേഴ്സിന്റെ എല്ലാവരുടെയും പുറകെ അവര് പോവോ? ഇല്ല. അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്ന വൈറ്റ് കോളേഴ്സിന്റെ പുറകെ ഒരിക്കലും എത്രയും വലിയൊരു മാധ്യമ പ്രവർത്തനമാണെന്ന് വിചാരിച്ചോ, വലിയ അയാള് പോലും അയാളുടെ സ്റ്റാൻഡ് വിട്ട് പോകൂല. അതെ അതെ അതെ. ഇതിന് ലിങ്ക് ചെയ്ത് എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, നമ്മുടെ ദിലീപ് കേസ് നടന്നല്ലോ, ഭയങ്കര ഹോട്ട് ആയിട്ട് മോസ്റ്റ് ഓഫ് ദ മീഡിയ വാസ് അഗെയിൻസ്റ്റ് ദിലീപ് അല്ലേ? അതെ അതെ. എനിക്കറിയുന്ന ഇപ്പൊ യൂഷ്വൽ സൈക്കോയും അങ്ങനെ കുറച്ചുപേർ മാത്രമേ ഉള്ളൂ പ്രോ ദിലീപ് ആയിട്ട് നിങ്ങൾ എടുത്ത് സ്റ്റാൻഡ്. ഇല്ല, ഞാൻ പ്രോ ദിലീപായിട്ട് ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ ദിലീപിന്റെ സൈഡിൽ നിന്നും പറഞ്ഞിട്ടുണ്ട്. അതെ, ഒരു പെർസ്പെക്റ്റീവ് എടുത്ത് ഞാൻ രണ്ട് സൈഡും നോക്കാറുണ്ട്. ചില കേസുകളിൽ നമുക്ക് അത്രയും തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിന്റെ കൂട്ടത്തിൽ നിൽക്കും. പക്ഷെ ഇവിടെ ദിലീപിന്റെ കേസിൽ ഒന്നും ഇല്ല. നമുക്കപ്പോ വെറുതെ പുള്ളി കള്ളനാണെന്നും പറയാൻ പറ്റത്തില്ല, പുള്ളി നിരപരാധിയാണെന്നും പറയാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. നമ്മൾ കാണുന്ന പല കാര്യങ്ങൾ വെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം ആ സിറ്റുവേഷനിൽ ഞാൻ ഉണ്ടായിട്ടില്ല, എനിക്ക് അറിയത്തില്ല അവിടെ എന്താ നടന്നതെന്ന്. അപ്പൊ ഒരിക്കലും അതാണ് നടന്നതെന്ന് ഞാൻ പറയത്തില്ല, എന്നെ കൂടെ പറ്റില്ല അങ്ങനെ. അപ്പൊ അങ്ങനെ ടോപ്പിക്കിനെ പറ്റി ഞാൻ സംസാരിക്കുമ്പോ ഞാനതിനെ ഒരു കോണ്ടന്റ് ആയിട്ട് എടുക്കുമ്പോ ഞാൻ രണ്ടും പറയും. അല്ലാതെ ദിലീപ് പല കഥകളും ഞാനും കേട്ടിട്ടുണ്ട്, ജസ്റ്റ് സ്റ്റോറീസ് ആണ്. സത്യമാണോ കള്ളമാണോ ഒന്നും എനിക്കറിയത്തില്ല. ആ സ്റ്റോറീസ് എന്റെ അകത്ത് വെച്ചുകൊണ്ട് ഞാൻ പുള്ളി മോശക്കാരനാണെന്ന് പറയുന്നത് ശരിയല്ല. അതെ 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 അതെ. പക്ഷെ ഞാൻ നോക്കുമ്പോ ദിലീപിന്റെ കേസിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ആരൊക്കെയാണോ ദിലീപിനെതിരെ ഈ സാക്ഷിയായിട്ട് വന്നത് അവരാരും ഇപ്പൊ ഇല്ല. അതെ അതെ. പിന്നെ എന്താ പല കാര്യങ്ങളുണ്ട്, അതെ, മരിച്ചുപോയതൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ അമ്മയും മോളുടെയും കേസില് അതിനകത്ത് അവരുടെയൊക്കെ ഫോട്ടോ TV-യിൽ ചുമ്മാ കാണിക്കുകയാണ്. അപ്പം എനിക്കതിനോട് വലിയ താല്പര്യമില്ല. അതുപോലെ ഇപ്പം ബാക്കിയുള്ളവര് മറ്റേവന്റെ പുള്ളിക്കാരുടെ ഹസ്ബൻഡിന്റെ ഫോട്ടോയും കാണിക്കുന്നുണ്ട്. ഇപ്പം അവന് പോയി മനം തോന്നുന്ന അവൻ നാളെ ആത്മഹത്യ ചെയ്തുവിടാന്നില്ലല്ലോ. ഇല്ല. അപ്പൊ ഇത് ബാക്ക് ടു നമ്മൾ ആദ്യം തുടങ്ങിയ അവിടെ തന്നെയാണ് വീണ്ടും ചെന്നെത്തുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പ്രൈവസി എന്നുള്ളത് നമ്മൾ കുറ്റക്കാരനാണെങ്കിൽ നമ്മൾ ഫോട്ടോ കാണിക്കുക എന്തോണം ചെയ്യാം, ടു ലെറ്റ് അതേഴ്സ് നോ. ബട്ട് ഈ ന്യൂസ് ചാനൽസിന് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടോ? അവർക്കൊരു അവരാണ് ഇതാണ് പറഞ്ഞത്. സോഷ്യൽ മീഡിയ വഴി ഇത് ഇത്രയും വൈറലായെങ്കിലും എനിക്ക് തോന്നുന്നു ഇത് ഇത്ര എത്തിക്കാൻ കാര്യം ന്യൂസ് ചാനൽസാണ്. ലൈക്ക് അവരിത് ന്യൂസ് ആയിട്ട് അവരൊരു ഒഫീഷ്യൽ ബോഡിയാ അല്ലെ. ന്യൂസ് ചാനൽ എന്ന് പറയുമ്പോൾ അതിനൊരു അപ്രൂവൽ സ്റ്റാമ്പ് ഉണ്ട്. അന്നേരം അവരോട് എടുത്ത് ഇത് അവരുടെ ചാനൽ ഇടുമ്പോൾ ഇതിനൊരു എക്സ്ട്രാ ഒത്തന്റിസിറ്റി കൊടുത്ത് അങ്ങ് ഇറക്കുക. നമ്മൾ അങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടാണ് തോമസൻ ചേട്ടാ. ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോന്ന് അറിയത്തില്ല, ഈഗിൾ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു ഗെയിമർ ഉണ്ട്. ഈഗിള് കുറച്ച് കാലങ്ങളായിട്ട് ഒരു കേസിന്റെ പുറകെയായിരുന്നു. ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകാർ ഇപ്പോഴാണ് അത് പൊക്കിയെടുത്തോണ്ട് വരുന്നത്. ആ വ്യക്തിയാണ് ഒറ്റയ്ക്ക് ഇതിന്റെ പുറകെ പോയിട്ട് അത് പ്രൂവ് ചെയ്തത്. ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. കേസല്ലേ?
ഒരു ടെലിഗ്രാം ഗ്രൂപ്പ്. UK കേസാണോ? UK ഒരാളുടെ അല്ലല്ല, അത് വേറെ. ഇത് 15 വയസ്സുള്ള ഒരു പയ്യൻ. അവൻ ഓക്കെ. ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ അവന് ഫോട്ടോസ് അയച്ചു കൊടുക്കുക, ആരുടെ വേണമെങ്കിലും, സെലിബ്രിറ്റീസിന്റെ, നമുക്ക് അറിയാവുന്ന ആൾക്കാരുടെ. ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ കുറ്റക്കാരവര്. അതായത് അറിയാവുന്ന സ്വന്തം അമ്മയുടെ ഫോട്ടോ വല്ല ചെലവുമാർ അയച്ചു കൊടുത്തിട്ട് അതിനെ വേറെ രീതിയിൽ വീഡിയോസ് ആക്കും. മനസ്സിലായോ? വലിയൊരു ക്രൈമാ അത്. എന്തേ ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകാർ പോകാത്ത അതിന്റെ പുറകെ? പോയി. എപ്പോ? ആ ഒരു ഗെയിമർ പയ്യൻ കംപ്ലീറ്റ്ലി ഇതിന്റെ പുറകെ. കാരണം അവനും എന്തൊക്കെ പേഴ്സണൽ അനുഭവം, ഞാൻ അതൊന്നും പറയുന്നില്ല. പേഴ്സണലായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി അതിനകത്തുനിന്ന്, കഴിഞ്ഞതാണ്, ഞാൻ അതിനെ ഇനി വലിച്ചടയ്ക്കുന്നില്ല. അപ്പൊ അവനും അത് ഉണ്ടായതിനു ശേഷം, മനസ്സിലായോ, ഉണ്ടായതിനു ശേഷം അവൻ അതിന്റെ പുറകെ പോയി എല്ലാം കണ്ടുപിടിച്ചു. ഇതാ ഇപ്പൊ 15 വയസ്സുള്ള ഒരു പയ്യൻ അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്തു കൊടുത്തോണ്ടിരുന്ന ആ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ. എന്തേ ഇത് എത്ര വലിയ ക്രൈമായത്? ചെറിയ ക്രൈമാണോ? അല്ല, എന്തോരം വലിയ ക്രൈമായത്. എത്ര എന്താ കണ്ടില്ല. ഇല്ല. കാരണം ഇപ്പം പറഞ്ഞ കണക്ക് മെയിൻ സ്ട്രീം ചാനലിൽ വന്നില്ല. മെയിൻ സ്ട്രീം ചാനലുകാർ എന്തുകൊണ്ട് പോയില്ല? സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനത്തിന്റെ വേറൊരു പോസിറ്റീവ് ആയത്, നമുക്കായിട്ട് പല കാര്യങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും, നമുക്കായിട്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കേസാണ് ഈ ഒരു ഇത് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഇപ്പൊ ഇനിയെങ്കിലും പറയണം അത്. കാരണം അങ്ങനെ ഒരു വിഷയമുണ്ട്, അതിനെപ്പറ്റി നിങ്ങൾ തിരക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും. ന്യൂസ് ചാനൽ മാത്രമാണ്, ന്യൂസ് ചാനലുകൾക്ക് എന്നും അവരുടേതായിട്ടുള്ള അജണ്ടകളുണ്ട്. എല്ലാവരും ബയസ്ഡ് ആണ്, എല്ലാ ചാനൽസും ബയസ്ഡ് ആണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ബയസും കൺട്രോളും എല്ലാ സംഭവം ഉണ്ട്, അജണ്ടയും ശരി തന്നെ. പക്ഷെ എന്നാലും അവർക്കെല്ലാം ഒരു കൺട്രോളിങ് ബോഡി പോലെയോ അല്ലെങ്കിൽ അവർക്കൊരു രീതി ഉണ്ട് അതിന്റെ തന്നെ. പക്ഷെ ആൻസറബിലിറ്റി ഇല്ല. ശ്രീ, അവിടെയും അവർ പ്രൈവസി റെസ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. അവര് എല്ലാവരുടെയും ഫോട്ടോയും വീഡിയോസും പബ്ലിഷ് ചെയ്യണല്ലോ. ജേർണലിസം ചെയ്താലല്ലേ അതുള്ളൂ. ഇൻവെസ്റ്റിഗേറ്റ് ജേർണലിസ്റ്റോ വാട്ടെവർ, എത്ര വലിയ ജേർണലിസം പഠിച്ച ഒരാളാണെങ്കിലും എനിക്കൊരു ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ഒരു വ്യക്തിയുടെ, എന്റെ അല്ലെങ്കിൽ വിനോദേട്ടന്റെ വീടിന്റെ മേളിൽ കൂടെ ഞാനോ വിനോദേട്ടനോ ഒരു കേസിൽ പെട്ടു, ഞങ്ങളുടെ വീടിന്റെ മേളിൽ കൂടെ ഹെലി ഷോട്ട് എടുക്കാൻ വേണ്ടി ഹെലിക്കാൻ പറത്തി ഷൂട്ട് ചെയ്യുന്നത് ശരിയാണോ? ഏതെങ്കിലും നല്ലൊരു ജേർണലിസ്റ്റ് ചെയ്യുമോ? ഇവിടെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു റിയാക്ഷൻ ചാനലിന്റെ ഉടമസ്ഥനും അത് ചെയ്യത്തില്ല. ഇവിടുത്തെ മെയിൻ സ്ട്രീം ഗുഡ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ, ഗുഡ് എഡ്യൂക്കേറ്റഡ് ജേർണലിസ്റ്റ്, അവര് ചെയ്യും ഈ തെമ്മാടിത്തരം. അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ എന്നെ പറ്റത്തില്ല. ഞാൻ എല്ലാ ചാനലിനെയും പറയത്തില്ല. ആൻഡ് വൺ മോർ തിങ്, ഇപ്പൊ ശ്രീഹരി ചേട്ടനാണെങ്കിലും അരുണേട്ടനാണെങ്കിലും എല്ലാവർക്കും നിങ്ങളുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ് ഉണ്ട്, എനിക്ക് എന്റേതായിട്ടുള്ള പെർസ്പെക്റ്റീവ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവുകൾ തെറ്റാം, ചിലപ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവുകൾ നമ്മൾ ചിന്തിച്ചു പോകുന്നത് ഉറപ്പായിട്ടും തെറ്റും. എപ്പോഴും നമ്മൾ പറയുന്നത് ശരിയാവണമെന്നില്ല, ചിലപ്പോൾ നമ്മൾ പറയുന്നത് തെറ്റിയും പോകാം. പക്ഷെ ചില കാര്യങ്ങളുണ്ട്, നമ്മളത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാനും പലതും ചിന്തിച്ചത് പലതും തെറ്റായിട്ടുണ്ട്, എനിക്ക് പിന്നെ വളരെ വൈകിയാണ് മനസ്സിലാവുന്നത്. പക്ഷെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാ, അങ്ങനെ മനസ്സിലാക്കിയതാണ് ഈ ന്യൂസ് ചാനലിന്റെ. ഞാൻ എന്തോ വലിയ കാര്യമാണെന്നും പറഞ്ഞ ഈ ന്യൂസ് ചാനൽസിനെ എടുത്ത് തല വെച്ചോണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഒരു ചാനലുണ്ട്, 6 വെച്ച് തുടങ്ങുന്ന ഒരു ചാനലുണ്ട്, പേര് പറയുന്നില്ല. ഇല്ലില്ല, അയ്യോ വേണ്ട, അതൊന്നും വേണ്ട. കാരണം ഞാൻ ചില സമയത്ത് ചാനലിന്റെ വീഡിയോസ് എടുത്ത് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാ, എനിക്ക് പണി വരും. അപ്പൊ ആ ചാനലൊക്കെ അത് ലിറ്ററലി കുറച്ചായിട്ട് ആളുകളുടെ ഫ്രണ്ടിൽ നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്തു. നമ്മൾ എക്സ്പോസ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ജനങ്ങൾക്ക് മനസ്സിലായി ഇവരെന്താണ് ചെയ്യുന്നതെന്നുള്ളത്. മനസ്സിലായി, അതിന് ജോലി ചെയ്യുന്ന പല ആളുകൾക്ക് മനസ്സിലായി, പലരും അതിനകത്തൊന്ന് പോയി ഇപ്പൊ മനസ്സിലായി. അത് ഓരോ ചാനൽസിന്റെ ഓണേഴ്സിന് ഒരു അജണ്ട കാണും, സ്പോൺസേഴ്സിന്റെ അജണ്ട കാണും. അതുകൊണ്ട് ഇവിടെ നല്ല കഷ്ടപ്പെട്ട് പണ്ട് നടന്ന ജേർണലിസ്റ്റിനെ പോലുള്ള ജേർണലിസ്റ്റുമാര്, പണ്ടത്തെ ജേർണലിസ്റ്റുമാരുണ്ട്, അവര് പറയുന്ന ആ പോയിന്റ് വന്നില്ല എങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നവര് ഇന്ന് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ നിന്നാൽ ഒന്നുകിൽ വീട്ടിൽ നല്ല സാമ്പത്തികം വേണം, മനസ്സിലായില്ലേ? ഒന്നുകിൽ വീട്ടിൽ നല്ല സാമ്പത്തികം വേണം, നമുക്ക് വേറൊരു ജോബ് ഉണ്ടാവണം. ജസ്റ്റ് ഇതൊരു സത്യം മാത്രം പറയാൻ വേണ്ടി ഞാൻ ദാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ഇരിക്കാം. പക്ഷെ അത് ചെയ്താൽ എന്റെ വീട്ടിൽ കഞ്ഞി ഉണ്ടാവത്തില്ല. ശരിക്കും ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നത് കൊടുക്കുക, എന്നാ ചാനൽ ഗ്രോ ചെയ്യും. സോ ബേസിക്കലി ഇതിനകത്ത് ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, കോടതിയുടെ
കോടതിയുടെ എന്തുവാ ഇൻഫ്ലുവൻസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടോ ഇപ്പൊ? കാരണം പണ്ട് കൊലപാതകം ചെയ്ത ഒരാളെ തന്നെ അത് തന്നെ ഒരു വക്കീലിന് കോടതിയിൽ ചെന്ന് കൊലപാതകം ചെയ്തില്ലെന്ന് പ്രൂവ് ചെയ്യാം എവിഡൻസസ് അവരെങ്ങനെ ഷേപ്പ് ചെയ്യുന്നു യൂസ് ചെയ്ത്. ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ മതി ഒരാളെ സെക്ഷൽ അസൾട്ടർ ആയിട്ട് ലേബൽ ചെയ്യാൻ. അന്നേരം കോടതി പോയി ആ എവിഡൻസ് കാണിച്ച് അത് ചർച്ച ചെയ്ത് ഡിബേറ്റ് ചെയ്ത് അത് അല്ല എന്ന് പോലും എത്തേണ്ട ആവശ്യമില്ല. കോടതിയുടെ ഇൻഫ്ലുവൻസ് ഈസ് കമ്മിങ് നെഗ്ലിജന്റ് ഹിയർ. തോംസ്, എനിക്ക് പറയാനുള്ളത് ആൾക്കാർ കുറച്ചും കൂടെ സ്ട്രോങ് ആവുക. ഞാൻ എപ്പോഴെല്ലാവരും പറയുന്നത് ഈ ന്യൂസിൽ കാണുന്നത് only 10% ഈസ് കറക്റ്റ്, 90% ഇറ്റ്സ് റോങ് ഓർ അല്ലെങ്കിൽ അത് ട്വിസ്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അത് ചുമ്മാ മരിച്ചെന്ന് പറയുന്നത് കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. പക്ഷെ അതിനൊരു നേരത്തെ നമ്മളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരു കഥ ഉണ്ടാക്കി പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരത് കാണും. അതാണ് ചാനൽസ് ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് എ ബിസിനസ്. അപ്പോൾ അവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഗിമിക്സ് കാണിച്ചാലേ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ആസ് എ കോമൺ മാൻ ഓർ പബ്ലിക് ദേ ഷുഡ് ബി അവെയർ ദാറ്റ് ഇതെല്ലാം കണ്ട് ഇതിൻ്റെ പുറകെ ചാടിക്കയറിപ്പോയി ആൾക്കാരെ തെറി വിളിക്കുകയോ അടിച്ചു കൊല്ലുകയോ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊന്നും പോവാതെ കുറച്ചും കൂടെ സമാധാനപരമായി ഇതിനെയൊക്കെ കാണുക. തോംസൺ ബ്രോ, പണ്ട് നമ്മുടെ കോടതികളിൽ വരുന്ന കേസിനെക്കാട്ടിലും ഒരു 10 ഇരട്ടിയായിരിക്കും ഇന്ന് കോടതിയിൽ വരുന്ന കേസുകൾ. മനസ്സിലായില്ലേ? ഇന്ന് ഒരുപാട് കേസുകൾ വരുന്നുണ്ട്, പല തരത്തിലുള്ള കേസുകൾ, അത് ഇത്. പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആളുകൾക്ക് ചില രീതിയിൽ ഒരു കുറച്ചെങ്കിലും പണ്ടത്തെക്കാട്ടിലും ഒരു 2% എങ്കിലും ആളുകൾക്ക് ഇന്ന് പേടിയുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം ഉള്ളുണ്ട്. മനസ്സിലായോ? അങ്ങോട്ട് പോയി തീരുമല്ലോ എന്നുള്ളൊരു സാധനം ആളുകൾക്കുണ്ട്. ഞാൻ എപ്പോഴും പറയും സോഷ്യൽ മീഡിയ നല്ലതുമാണ്, അതിന്റെ അപ്പുറം ഒരു പൊടിക്ക് മേളിൽ നെഗറ്റീവുമാണ്. സോ ഇറ്റ്സ് ലൈക്ക് എ ഡബിൾ എഡ്ജ് സോർഡ്, രണ്ട് വശത്തും വീശി വെട്ടുകിട്ടും, അത്രേ ഉള്ളൂ. അതാണ് സോഷ്യൽ മീഡിയ. പോസിറ്റീവ് നെഗറ്റീവ് സൈഡ്. അപ്പൊ നമുക്ക് എനിക്ക് വേറൊരു ആംഗിൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു മേ ബി ഒരു 5-10 years ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇത് മേ ബി കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവ് അല്ല, നമ്മുടെ ലോകത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു നെഗറ്റിവിറ്റിയിലാണ് എല്ലാ സ്ഥലത്തും കാര്യങ്ങൾ പോകുന്നത്. അതായത് ഒരു റൈറ്റ് വിങ്ങിൻ്റെ ഒരു ഉയർച്ച. അപ്പം ഞാൻ ഇതിനെയൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു സോഷ്യൽ മീഡിയ ഇതിനൊരു ട്രിഗർ അല്ലേ എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഒരു ഇന്ത്യയിൽ തന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ലോകം മൊത്തം കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുസിനെ കൊല്ലുന്നു, അത് ലോകം മൊത്തം കാണുന്നു. അതുപോലെ ക്രിസ്ത്യൻസിനെതിരെ ഉള്ള അട്രോസിറ്റീസ്, മുസ്ലിംസിനെതിരെയുള്ള അട്രോസിറ്റീസ്. നൗ ഹോൾ ദ വേൾഡ് ഈസ് വാച്ചിങ് ആൻഡ് ദേ ആർ റിയാക്ടിങ് ടു ഇറ്റ്. അതുപോലെ ഈ റൈറ്റ് വിങ്സ് ഗ്രൂപ്പ്സ് ഇത് പിക്കപ്പ് ചെയ്ത് ദേ ആർ സ്ലോലി കമ്മിങ് ഇൻ ടു പവർ. അങ്ങനെ ഒരു ഡിവിഷൻ ദ ഹോൾ വേൾഡിൽ നടക്കുന്നതിന്റെ ഒരു മെയിൻ കാരണം ഈ സോഷ്യൽ മീഡിയ തന്നെ അല്ലേ? അരുണേട്ടാ, ഏതൊരു സ്ട്രീം നമ്മൾ നോക്കിയാലും, എങ്ങോട്ട് നമ്മൾ നോക്കിയാലും, ഏതൊരു സ്ട്രീമിനും ഏതൊരു ജോലിക്കും അതിന്റെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അതുപോലെ ഒരുപാട് ആളുകളുടെ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ചില ആളുകളുടെ എന്റർടൈൻമെന്റ്, ചില ആളുകൾ ഇതിനെ കാണുന്ന എന്റർടൈൻമെന്റ് ആയിട്ട്, പല ആളുകൾ ഇതിനെ പല തരത്തിലുള്ള ജോലികളായിട്ട്. ടെക്കീസ് ഉണ്ട്, ലൈക്ക് ഫോണിന്റെ ഡീറ്റെയിലിംഗ് കൊടുക്കുന്ന, സിനിമ റിവ്യൂവേഴ്സ്, പല ആളുകളുടെയും പല സ്ട്രീമിൽ നിൽക്കുന്ന പല ആളുകളുടെയും ഒരു ജോലിയുടെ പ്ലാറ്റ്ഫോമാണ് ഇവിടെ. മനസ്സിലായി? ഒരു കുഞ്ഞു സാധനത്തിനകത്ത് ഒരു പ്ലാറ്റ്ഫോമിൽ പല സാധനങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ബോംബാണ്. ഇത് പൊട്ടാം, ഇത് പൊട്ടാതിരിക്കുക. ചില സമയത്ത് അവിടുന്ന് ഇവിടുന്ന് ചെറിയ ലീക്കേജ് വരുമ്പോഴാണ് ഇതിപ്പോ അരുണേട്ടൻ പറഞ്ഞ കണക്ക് തന്നെ പല ആളുകൾ, നമ്മളിപ്പോ ഞാനൊക്കെ എന്റെ ഇടയ്ക്ക് നോക്കാറുണ്ട് എവിടുന്നൊക്കെയാണ് വ്യൂവർഷിപ്പ് വരുന്നത്. പല സ്ഥലത്തു നിന്ന് വ്യൂവർഷിപ്പ് ഉണ്ട്. ണ്ട്, കാനഡയിൽ നിന്നുണ്ട്, US നിന്നുണ്ട്. സോ എല്ലായിടത്തും കാര്യങ്ങൾ എത്തുന്നുണ്ട്. പിടികിട്ടിയോ? പണ്ടിപ്പം US ഇല്ലെങ്കിൽ എന്തിനാണ് ദുബായിലുള്ളവർക്ക് പോലും നമ്മുടെ നാട്ടിലെ കാര്യം അറിയണമെങ്കിൽ രാവിലെ മലയാളം പത്രം വന്നാലേ നടക്കുള്ളൂ. വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് പോയി TV ഒന്ന് ഓൺ ചെയ്താലേ പറ്റുള്ളൂ. ഇന്ന് ഫോൺ എടുത്താൽ ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് 10 മിനിറ്റിൽ അറിയാൻ പറ്റും അവർക്ക് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മൈ ഹോം കൺട്രി എന്ന്. മനസ്സിലായോ? അതൊരു ഗുണമാണ്. അതുപോലെ തന്നെ അത് യൂട്ടിലൈസ് ചെയ്യുന്ന കുറെ പേര് മേഡം പറഞ്ഞ കണക്കുണ്ട്, ഉണ്ടാവും. ഇതിന് എന്ന് ഇനി ഒരു ഓഫ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ വന്നേക്കാം. അതിലെ എന്റെ ഒരു ടേക്ക് ഇതാണ്. അതായത് നമ്മള് ഈ ആൾക്കാർ ഒരിക്കലും ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് കണ്ടിട്ട് ആ കൺട്രിയെയോ ആ കൺട്രിയിലെ ആൾക്കാരെയോ ജഡ്ജ് ചെയ്യരുത്.
ഇപ്പൊ ജഡ്ജി ഇപ്പൊ ഇവിടെ ഇപ്പൊ അത് നടക്കും. ഇപ്പൊ അങ്ങനെയല്ല നടക്കുന്നത്. ഇപ്പൊ ഒരു ചെറിയൊരു ഇൻസിഡന്റ് കണ്ടു കഴിഞ്ഞാൽ അവിടെ മൊത്തം പ്രശ്നമാണ്. അതെ അതെ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, സോഷ്യൽ മീഡിയ 2 വശമുണ്ട്. ഇപ്പൊ നമ്മുടെ ഇറാനിലെ പ്രൊട്ടസ്റ്റ് പുറത്തു വരാൻ കാര്യം അത് ഇന്റർനെറ്റും സോഷ്യൽ മീഡിയ കാരണമാണ്. അതെ, നോർമൽ മീഡിയാസ് അത് കവർ ചെയ്യത്തില്ല. ഇത് പുറത്ത് വന്നാലേ നോർമൽ മീഡിയാസ് പിന്നെ അതിൽ പിക്ക് ചെയ്യത്തുള്ളൂ, ഏത് കേസ് എടുത്താലും. സോ ഐ തിങ്ക് വിൽ ജസ്റ്റ് കൺക്ലൂഡ് വിത്ത് തിങ്ക് ദാറ്റ് നമ്മൾ ഇതിനകത്ത് ഒരു ഉത്തരം ആക്ച്വലി ഇല്ല. നമുക്ക് പറയാൻ പറ്റുന്ന 2 വശമുണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് ഒരു 80-20 റൂൾ വെച്ച് പോവാണെങ്കിൽ 20% ആൾക്കാർക്ക് നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടെങ്കിൽ then it is considered okay. ഇപ്പൊ ഞാന് ഇപ്പം UP ഇതിന്റെ അകത്ത് ഒരു യൂഷ്വൽ പ്ലെയർ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുക, UPയുടെ അറിവില് സോഷ്യൽ മീഡിയ കാരണം സാധാരണ മനുഷ്യർ, നമുക്കിപ്പം മരിച്ചതിൽ ദീപക് അല്ലാതെ എനിക്ക് വേറെ ആരുടെയും പേര് അറിയത്തില്ല, സാധാരണ മനുഷ്യരില് ഇത് ഹ്യൂമിലിയേഷൻ വന്ന് അല്ലെങ്കിൽ അങ്ങനെ എഫക്ട് ചെയ്ത ആരെങ്കിലും ഒക്കെ UPക്ക് അറിയാമോ? സോഷ്യൽ മീഡിയ കാരണം അഫക്റ്റ് ആയ ആളുകളോ? അത് തന്നെ, ലൈക്ക് നമ്മളെപ്പോലെ സാധാരണ മനുഷ്യര് ഈ ഇങ്ങനത്തെ ഫോൾസ് അക്യൂസേഷൻ കാരണമാകട്ടെ, എന്തെങ്കിലും ഒക്കെ കാരണം അങ്ങനെ അവർക്ക് നമ്മൾ ഹ്യൂമിലിയേഷനെ കുറിച്ചും നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചല്ലോ. അന്നേരം അങ്ങനെ ഇമ്പാക്ട് ആയ ആൾക്കാരെ വല്ലതും UPക്ക് അറിയാവോ? എനിക്കങ്ങനെ പേഴ്സണലി എനിക്ക് അറിയില്ല ടോംസൺ ബ്രോ, പക്ഷെ ഇതുകൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് പേരെ എനിക്കറിയാം. എന്നെ മനസ്സിലാക്കുന്നത് എന്നെ പോലുള്ള ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്തതുകൊണ്ട് രക്ഷപ്പെട്ട ആളുകളെ എനിക്കറിയാം. അന്നേരം എനിക്ക് ഇതിന് മനസ്സിലാക്കുന്നത് ഒന്നോ രണ്ടോ ഒരു അറൌണ്ട് ഓഫ് ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് പീപ്പിൾ, ഒന്നോ രണ്ടോ പേരെ ഉള്ളൂ ഇങ്ങനെ എക്സ്ട്രീം കേസസ് ഈ വരുന്നത്, ഡെത്ത്, ഡിപ്രഷൻ, ഹ്യൂമിലിയേഷൻ. അല്ലെങ്കിൽ overall it is kind of doing what the society wants it to do, social media. Yeah. I think that's our verdict, right? Even though നമ്മൾ ഈവിൾ ഉണ്ട്, അതുണ്ട്, ഇതെന്നൊക്കെ പറയുന്നെങ്കിലും ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒന്നോ രണ്ടോ പേരെ ഉള്ളൂ ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ചിട്ടുള്ളത്. അതെ, പിന്നെ നമ്മൾ അറിയാത്ത ആളുകൾ ഒരുപാട് കാണുമായിരിക്കും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, കാണും. ഞാൻ പറഞ്ഞല്ലോ ഇതിനൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട്, അതിൽ അനുഭവിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇതുകൊണ്ട് രക്ഷപ്പെടുന്ന ആളുകളുണ്ട്. വേണമെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് എന്റെ ഞാൻ വേണമെങ്കിൽ പേര് പറയാം അല്ലെ, ഒരു വ്യക്തിയുണ്ട്, ഒരു ലേഡി ഉണ്ട്. അവര് റീച്ച് ആയത് ഫുള്ള് നെഗറ്റീവ് റീച്ചിലൂടെയാണ്. പക്ഷെ ഇന്ന് അവരുടെ ലൈഫ് മാറാൻ തന്നെ കാരണം സോഷ്യൽ മീഡിയ ആണ്. അല്ല, ഇതിനകത്ത് കുറെ ടെർമിനോളജി ഉണ്ടല്ലോ, അരി വാങ്ങുക, കറക്റ്റ് ആണ്, അതൊക്കെ നമ്മുടെ തലവന്റെ. അതെ അതെ അതെ, എനിക്കറിയാം ആരെ ഉദ്ദേശിച്ചത് പറയണ്ട. അങ്ങനെ പറയാം, കാരണം ആ ഒരു ലേഡി കാരണം ഒരുപാട് ഞാൻ വീഡിയോയിൽ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ലേഡി കാരണം, ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. ആ ഒരു ലേഡി കാരണം എത്ര ലക്ഷം രൂപ, ഒരു 3-4 മാസം, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ തുടങ്ങുന്നതിനും ഒരു 1-2 മാസം എനിക്ക് തോന്നുന്നു കേരളത്തിലേക്ക് ലക്ഷങ്ങളായിരിക്കും ആ ലേഡി കൊണ്ടുവന്ന് എത്തിച്ചത്. ഇതുമായിക്കോട്ടെ, ഞാൻ നാളെയും ചിലപ്പോൾ ഇന്ന് 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ അവർക്കെതിരെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. പക്ഷെ ദാറ്റ്സ് ട്രൂത്ത്. ഒരുപാട് പൈസ അവര് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് അങ്ങ് അമേരിക്കയിൽ നിന്ന്. ടോംസൺ, ഇത് വേറൊരു സൈഡാണിത്. ആൻഡ് അതുകൊണ്ട് അവർക്ക് ഭയങ്കര ബെനിഫിറ്റ്സ് ആണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ അവരുടെ ഹസ്ബൻഡിനെ പോലും കിട്ടാത്തൊരു റീച്ച് ഷീ മേഡ് ഇറ്റ് ത്രൂ സോഷ്യൽ മീഡിയ. അത് അവർക്കും അറിയാം. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്ന മുമ്പ് നമുക്കൊരു പെട്ടെന്നൊരു റാപ്പിഡ് ഫയർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കുഴപ്പമില്ലല്ലോ? ഇത്രയും ഒരു റാപ്പിഡ് ഫയർ അല്ലായിരുന്നല്ലേ? ഓക്കെ, സോ അപ്പൊ എന്റെ സൈഡിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ്. 10 ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് മനസ്സിൽ വരുന്ന പറഞ്ഞാൽ മതി. ഒരു ഫുൾ ടൈം ജോബാണ് പ്രിഫർ ചെയ്യുന്നത്, അല്ലെ ഫുൾ ടൈം ഈ യൂട്യൂബ് തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹം? ഒരു ഫുൾ ടൈം ജോബ് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഫുൾ ടൈം യൂട്യൂബ് തന്നെ പ്രിഫർ ചെയ്യും. ഏത് ചൂസ് ചെയ്യും? ഞാനൊരു ഫുൾ ടൈം ജോബ് ചിലപ്പോ ചൂസ് ചെയ്തേക്കാം. എന്തുകൊണ്ട്? അത് യൂട്യൂബില് യൂട്യൂബ് ആണല്ലോ ഇപ്പം ഇത്രയും ഫേമസ് ആക്കുകയും അതിനകത്തുനിന്ന് ഇൻകം ഉണ്ടാവുന്നത്. അതെ, അതൊക്കെയാണ്. പക്ഷെ ലൈക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രീം കാണുമല്ലോ. മൈ ഡ്രീം ഈസ് എക്സ്ട്രീംലി ഡിഫറെന്റ്. എങ്ങോട്ടോ ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തി നിൽക്കുക. ഇവിടെ
പക്ഷെ ഇവിടുന്ന് ഓൾവേസ് നമുക്ക് മുന്നോട്ട് എപ്പോഴും പോകണമല്ലോ. സോ ഐ നീഡ് ടു ഗോ ഓൺ. മനസ്സിലായി. പിന്നെ ഏറ്റവും ഭയങ്കര ഒരു പോപ്പുലർ ആയിട്ട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക് കവർ ചെയ്ത് ഏതായിരുന്നു ഫ്രം യുവർ ചാനൽ? ഒരുപാട് കോണ്ടന്റ് ഉണ്ടാക്കിയത്. ഒരുപാട് എന്താ അരി ഉണ്ടാക്കുക പറഞ്ഞ നമ്മൾ ടേം ഉണ്ടല്ലോ, അതുപോലെ. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ ഒരു ലേഡിയുടെ കാര്യം പറഞ്ഞില്ലേ, അവരെ പോലെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്നും ഹാപ്പി തരുന്ന ഒരു കണ്ടന്റ് ഉണ്ട്, ഞാൻ സന്തോഷിച്ച ഒരു കണ്ടന്റ് ഉണ്ട്. കാരണം ആരും അത് ചെയ്യുന്നില്ല. എനിക്ക് ഞാൻ നാട്ടിലെത്തി ഫസ്റ്റ് എനിക്ക് മനസ്സുകൊണ്ട് സങ്കടം തോന്നി ഞാൻ ചെയ്തൊരു കണ്ടന്റ് ആണ്. ഒരു കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു കോളേജില് ഒരു പെൺകുട്ടി മരിച്ചായിരുന്നു. കുറെ ആയി, 1.5 വർഷം മുമ്പ്. ഒരു പെൺകുട്ടി കോളേജില്, എഞ്ചിനീയറിംഗ് കോളേജില്. എനിക്കറിയാം, മനസ്സിലായി. ഭയങ്കര ഫേമസ് നടത്തുന്നത്. യെസ്, ഞാൻ അത് രാഷ്ട്രീയക്കാർ SFIക്കാരൊക്കെ പോയി അവിടെ, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ആ സമയത്ത് സ്ഥിരം ചെയ്യുമായിരുന്നു. എനിക്ക് വലിയ റീച്ച് ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷെ എന്തെങ്കിലും അതിനൊരു തീരുമാനമാണോന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വരെ അതിനൊരു തീരുമാനമായിട്ടില്ല. മെയിൻ സ്ട്രീം ചാനലുകാര് ഒരാഴ്ച അത് പിടിച്ചു, അത് കഴിഞ്ഞ് അവരത് വിട്ടു. ഞാൻ അതിനുശേഷം നാളുകൾക്കപ്പുറവും ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു. പക്ഷെ ആർക്കും അറിയണ്ട, ആരും അതിനെപ്പറ്റി. എന്തുകൊണ്ട് ന്യൂസ് ചാനൽ എടുക്കാത്തതിനകത്ത് അതൊരു റീസൺ ഉണ്ട്. അത് വേറൊന്നും അല്ല, അതൊരു കമ്മ്യൂണിറ്റി, ഒരു മതം, അതൊക്കെ വരും. അതുകൊണ്ടായിരിക്കാം. അതെ. പിന്നെ ഏതെങ്കിലും ചെയ്ത് കോണ്ടന്റിലൊക്കെ എന്തെങ്കിലും ഞാൻ ഇത് വേണ്ടായിരുന്നു, ഇത് ചെയ്യണ്ടായിരുന്നു എന്ന് റിഗ്രറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു എംബാരസിംഗ് ആയിട്ട് ഫീൽ ചെയ്ത് ഏതെങ്കിലും കോണ്ടന്റ് ഉണ്ടോ? വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഞാൻ എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഉറച്ചു നിൽക്കും. പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ പെർസ്പെക്റ്റീവ് അല്ലായിരുന്നു ശരി എന്നും മനസ്സിലായിട്ട് പിന്നെ സംസാരിക്കേണ്ട വന്ന അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ തിങ്ക് ചെയ്യും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകണം, തെറ്റുകൾ പറ്റും എന്നുള്ളൊരു കാര്യം ഞാൻ പിന്നെ മനസ്സിലാക്കി തുടങ്ങി. ആദ്യമേയൊക്കെ ഞാൻ വരുമ്പോഴത്തേക്ക് ഇല്ല, ഞാൻ പറയുന്നതാണ് ശരി, ആ ഒരു സാധനം ഉണ്ടായിരുന്നു. കഴിയുമ്പോൾ മനസ്സിലായി, അല്ല, തെറ്റ് പറ്റും, എല്ലാവർക്കും തെറ്റുന്ന പറ്റുന്ന പോലെ നമ്മളും സംസാരിക്കുന്നവർ നമുക്ക് തെറ്റ് പറ്റും. പ്രത്യേകിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടൊന്നും അല്ലല്ലോ സംസാരിക്കുന്നത്. ടോപ്പിക്കിന്റെ കുറച്ച് ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടാണെങ്കിൽ കറക്റ്റ് പോയിന്റ് ബൈ പോയിന്റ് പറയാം. ഇത് അങ്ങനെ. അപ്പൊ അതിന്റെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു. മനസ്സിലായി. ഇപ്പൊ നാളെ യൂഷ്വൽ സൈക്കോന് ഒരു സൂപ്പർ പവർ കിട്ടുവാണെന്ന് വെച്ചോ, ആ പവർ കൊണ്ട് ഏത് വിഷയത്തിന്റെ സത്യം അറിയാനായിരിക്കും ചൂസ് ചെയ്യുന്നത്? ഇപ്പൊ ഒരുപാട് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി ഒരു ചാനൽ. ഏത് വിഷയത്തിലെ സത്യം എനിക്ക് അറിയണം എന്നുള്ളൊരു ഇത് കിട്ടുവാണെങ്കിൽ ഏതിൽ പോയി ടച്ച് ചെയ്യും? ദിലീപിന്റെ കേസാണോ, ദീപകിന്റെ കേസാണോ, പല വിഷയങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഏതിൽ പോയി നോക്കും സത്യം അറിയാനായിട്ട്? ഞാനൊരു നോർമൽ മനുഷ്യനാ. എനിക്ക് സാധാരണക്കാരനാ. എനിക്ക് എന്നെ പറ്റി തന്നെ അറിയാൻ ഞാൻ ശ്രമിക്കും. അങ്ങനെ ഒരു സൂപ്പർ പവർ കൊണ്ട് നമുക്ക് ആർക്കും നമ്മളെ ഒരു പരിധി കൂടുതൽ അങ്ങോട്ട് പിടുത്തം കിട്ടത്തില്ല. എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. ഞാൻ ഫസ്റ്റ് എന്നെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്തുകൊണ്ടാണ് നീ ഇത്ര, ഞാൻ ഭയങ്കര ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാ, എന്തുകൊണ്ട് അങ്ങനെ വീക്ക് ആവുന്നു എന്നുള്ളതിന്റെ റീസൺ ഞാൻ കണ്ടെത്തും. അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഓരോ കോണ്ടന്റ് ഉണ്ടാക്കുമ്പം സാധാരണ എങ്ങനെയാണ് ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കുവോ അതോ 2 വർഷം എടുത്തിട്ട് ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുവോ? എങ്ങനെയാണ് പൊതുവെ ഒരു അപ്രോച്ച് ചെയ്യുന്നത് ടോപ്പിക്കിൽ? ഡിപ്പെൻഡ് ഓൺ ദ കോണ്ടന്റ്. ചില കാര്യങ്ങളിൽ നമ്മൾ ന്യൂട്രൽ സ്റ്റാൻഡിൽ നിൽക്കേണ്ട വരും. കാരണം ഇപ്പം വിനോദം പറഞ്ഞ കണക്ക് തന്നെ ദിലീപിന്റെ കേസ്, മാങ്കൂട്ടത്തിൽ വിഷയം, നമുക്കറിയത്തില്ല. വരുന്ന തെളിവുകൾ, നമുക്ക് കിട്ടുന്ന തെളിവുകൾ പോലും അത് സത്യമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരിക്കലും അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് അവിടെയും ഇവിടെയും 2 പേഴ്സ്പെക്റ്റീവും പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷെ ചില കേസുകൾ വരും. ഇപ്പോ ദീപകിന്റെ വിഷയം, എത്ര പറഞ്ഞാലും ദീപകിനെ തന്നെ നമുക്ക് കൂടെ നിൽക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ വീട്ടുകാരോടെ നിൽക്കാനേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ആ വീഡിയോ ക്ലിപ്പ്, ആ പെൺകുട്ടി പറയുന്ന വീഡിയോ ക്ലിപ്പ്, അതായത് എനിക്ക് ഇന്ന ഇത് എന്ന് പറഞ്ഞ് കാണിക്കുന്ന വീഡിയോ ക്ലിപ്പ് പോലും കാണുമ്പോൾ അറിയാം അതിനകത്തൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. കേസുകളിൽ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, ദീപകിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. പിന്നെ ഏതൊക്കെ കോണ്ടന്റ് ചെയ്തതിനകത്ത് വല്ല ത്രെറ്റനിങ് കോൾസോ ഹറാസ്മെന്റ് കോൾസ് അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ ഇതുവരെ? ത്രെറ്റനിങ് കോൾസ് അല്ല, മെസ്സേജസ് വന്നിട്ടുണ്ട്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാത്? ഹാൻഡിൽ ഡിപ്പെൻഡ് ആണ്. ചില കാര്യങ്ങളൊക്കെ എനിക്ക് കോമഡി ആയിട്ട് തോന്നും. ചിലതൊക്കെ ഇവരത്തിന് എന്നെ കോണ്ടാക്ട് ചെയ്യണ്ട, എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്നിട്ടുണ്ട്. ഇവര് വേറെ ഒന്നുമില്ല, ഞാൻ നമ്മള് ലൈക്ക് ഇഗ്നോർ ചെയ്ത് വിടും, ഒന്നുമില്ല അവനോട് പറയാൻ. അത് ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ഞാൻ പേഴ്സണലി അറിയാവുന്ന വ്യക്തിയാ, നിങ്ങൾക്ക് അറിയാം അയാളെ. പക്ഷെ
ഒരു കോമഡി പീസ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള പുള്ളിയെ. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. പറയട്ടെ, മനസ്സിലായി. അയാളും ഈ പേര് വെച്ചിട്ടാ എന്നോട് ചോദിച്ചത്. ലൈക്ക് നിനക്കൊരു പേരില്ലല്ലോ, നീയാണോ എന്നെ? ഞാൻ പറഞ്ഞു പേരെന്തിനാ നിന്നെ ആട്ടെ, അതിന്റെ ആവശ്യമില്ല എനിക്ക്. എന്റെ പേരിന് അതെന്റെ പേഴ്സണൽ സാധനമാണ്. എന്റെ പേഴ്സണൽ സാധനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പം. അതെന്റെ ഞാൻ പേഴ്സണൽ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ പറയാറുണ്ട്. അത് ഞാനായിട്ട് പോയി അവരുടെ വീട്ടിൽ പോയി ഒളിഞ്ഞിട്ട് പറയല്ല, അവരായിട്ട് വന്നിരുന്ന് പറയുമ്പോ നമ്മൾ സംസാരിക്കും. എനിക്ക് എന്റെ പേരോ അത് എന്റെ ഇഷ്ടമാണ്, അത് എന്നെ പേഴ്സണൽ ആയിട്ട് അറിയാൻ അറിഞ്ഞാൽ മതി. മനസ്സിലായില്ല? ക്യാമറ ഓണാക്കി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഡിഫറെന്റ്. എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്റെ ജീവിതം പോയി. പിന്നെ ഒരുപാട് ഈ ബിഗ് ബോസിന്റെ കുറെ കോണ്ടന്റ് കവർ ചെയ്യാറുണ്ടല്ലോ ഇത്ര നാളായിട്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ബിഗ് ബോസ് വിന്നർ ചോദിക്കുവാണെങ്കിൽ ഏതായിരിക്കും പറയുന്നത്? വിന്നർ ഇത്ര കുറെ സീസൺസ് ആയല്ലോ മലയാളത്തില്. ഞാനങ്ങനെ എല്ലാ പണ്ട് തൊട്ടേ അങ്ങനെ സ്ഥിരം ഒരു വ്യൂവർ ഒന്നും അല്ലായിരുന്നു. ഫേവറേറ്റ് വിന്നർ എന്ന് ചോദിക്കുവാണെങ്കിൽ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്? വിന്നേഴ്സ് ഉണ്ടായിരുന്നു എല്ലാം ഓരോ സീസൺ 1 2 ഇപ്പൊ എത്ര സീസൺ എനിക്ക് അറിയത്തില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ബിഗ് ബോസ് വിന്നേഴ്സ് കുറെ ഉണ്ട് അതിനകത്തുള്ള. ബിക്കോസ് യൂഷ്വൽ സൈക്കോ കവർ ചെയ്യുന്നതാണ് ബിഗ് ബോസിന്റെ ഒരു കവർ. അപ്പൊ അതിനകത്ത് ഫേവറേറ്റ് വിന്നർ ഏതായിരിക്കും ചോദിക്കുവാണെങ്കിൽ? എനിക്ക് അത്ര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വിന്നർ ഇല്ല. അല്ല, ഈയിടയ്ക്ക് ജയിച്ച ആ പെണ്ണുണ്ടല്ലോ, അവളുടെ പേരെന്താ ഞാൻ മറന്നുപോയി. അവളുടെ അച്ഛൻ എന്തോ കടയൊക്കെയുള്ള അനിമോളോ? എന്റെ ഫേവറേറ്റ് ആണ്. പണ്ട് സ്റ്റാർ മാജിക് സമയം തൊട്ടേ ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് അവന്റെ ഉത്തരം UP-യുടെ ഉത്തരം കേട്ടത് എന്റെ ഉത്തരം കേട്ടിക്കോ. അപ്പൊ UP-ക്ക് ഒരു ഫേവറേറ്റ് ഇല്ല? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫേവറേറ്റ് വിന്നർ ഒന്നും ഇല്ല. ഞാനൊരു ഷോ കണ്ടിട്ട് ജസ്റ്റ് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ വിന്നർ ഒന്നും ഇല്ല, ചൂസ് ചെയ്യുന്നില്ല. അങ്ങനെ ഫേവറേറ്റ് ആയിട്ട് ആരും ഇല്ല, എല്ലാവരും ഇഷ്ടമാണ്. Okay, two more questions. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഒരു ഡ്രീം പ്ലേസ് ദാറ്റ് യു വാണ്ട് ടു സെറ്റിൽ ഡൗൺ? എവിടെ സെറ്റിൽ ആയി ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം? സ്വിറ്റ്സർലൻഡ്. അങ്ങനെയൊന്നുമില്ല. കേരളം തന്നെ. നമ്മുടെ കേരളം തന്നെ മതി. നമ്മുടെ കേരളം തന്നെ എന്തായാലും എനിക്ക് താല്പര്യമില്ല. ബാംഗ്ലൂരൊക്കെ താല്പര്യമൊന്നുമില്ല. ബാംഗ്ലൂർ വരുമെന്നൊക്കെ പറഞ്ഞു. ബാംഗ്ലൂർ വരും. ബാംഗ്ലൂർ ഞാൻ പല സ്ഥലത്തും ഇങ്ങനെ ഒരിടത്ത് ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരാളല്ല. ഓൾവേസ് ആകെ ഒരു ലൈഫേ ഉള്ളൂ എനിക്കത് എല്ലായിടത്തുമായിട്ട് തീർക്കണം. ഒരിടത്ത് അങ്ങനെ നിന്ന് സൂക്ഷിച്ചു പോകാൻ വയ്യ. സോ ദിസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഫോർ ദ ലേഡീസ്. സിംഗിൾ ആണ് ആള്, യൂഷ്വൽ സൈക്കോ സിംഗിൾ ആണ്. സോ ഡു യു പ്രിഫർ ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ്? I would prefer marriage. I want to be in peace. You don't want marriage? കല്യാണമേ വേണ്ട? കല്യാണം വേണ്ട. അയ്യോ, അപ്പൊ ഒരുപാട് ഫാൻസിന് ഭയങ്കര വിഷമാവുമല്ലോ ഇത് കേൾക്കുമ്പോ. എത്ര വയസ്സായി? എനിക്ക് പീഡകനാകാതെ ജീവിച്ചു പോയാൽ മതി. എനിക്ക് വയ്യ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചാനലിന്റെ കൂടെ ഒരു പെൺകുട്ടിയും കൂടി ഒന്ന് കോ-ഹോസ്റ്റ്. പക്ഷെ ഞാൻ എവിടെയോ ഇങ്ങനെയുള്ള ന്യൂസുകൾ ചെയ്യുന്നോണ്ട് ചിലപ്പോ എല്ലാരും വിചാരിക്കും നമ്മള് പൈസ, പക്ഷെ അങ്ങനല്ല. മെന്റലി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ള കണ്ടന്റ് ചെയ്യുന്നതുകൊണ്ട്. പ്രത്യേകിച്ച് എന്നെ പോലെ എനിക്ക് ചില സമയത്ത് ഭയങ്കര സങ്കടം വരാറുണ്ട് എനിക്ക് ചില ടോപ്പിക്കുകളൊക്കെ കഴിയുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ആയിപ്പോയി. എനിക്ക് പണ്ട് ഐ ക്യാൻ ഹാൻഡിൽ ഗേൾസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇന്ന് എനിക്ക് പറ്റത്തില്ല. എനിക്ക് വരുമ്പോഴേ പേടിയാ. ഞാൻ ഒന്നും മാറി നിൽക്കും. സീരിയസ്ലി എനിക്ക് ആ ഒരു പേടി അകത്ത് വന്നു. നമ്മളൊന്നും ചെയ്യണ്ട, ചിലപ്പോ ഇങ്ങോട്ട് വന്നാലും തീർന്നില്ലേ. അടുത്ത നമ്മുടെ ചാനൽ പോയി, എല്ലാം പോയി. ഈ ചാനലിന്റെ ഉടമസ്ഥ എന്താ ഇങ്ങനെ അടിച്ചു വരും. തീർന്നു, പറയാൻ പറ്റില്ല. നമ്മളൊന്നും ചെയ്യണമെന്നില്ല. എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര പേടിയുണ്ട് ഇപ്പൊ. ഞാൻ അതുകൊണ്ട് കൂടുതലും ഇപ്പൊ അധികം ഇഷ്ടംപോലെ മെസ്സേജസ് വരും ഇൻസ്റ്റാഗ്രാമില്, പക്ഷെ കൂടുതലും മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും സംഭവം മുള്ളിന്റെ മൊനയടിയും. മൊനയടിഞ്ഞു പോകും. എനിക്ക് വയ്യ, മൊനയടിക്കാൻ വയ്യ. അപ്പൊ നമുക്ക് അത് പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഈ ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് നമുക്ക് മനസ്സിലായ എന്താണ്, നമുക്ക് ഇതിനകത്ത് 2 വശങ്ങളുണ്ട്. സോ സോഷ്യൽ മീഡിയ ഇസ് ലൈക്ക് എ ഡബിൾ എഡ്ജ് സോർഡ് അല്ലെ? 2 വശത്തിലും അതിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു സൈഡ് തെറ്റാണോ മറ്റേ സൈഡ് ശരിയെന്നും പറഞ്ഞ് ഒരു സൈഡ് പിടിക്കാനും പറ്റും. ബിക്കോസ് നോർമൽ മീഡിയാസ് അവരുടെ ഏറ്റവും ഒരു അജണ്ട ഉണ്ട്. സോഷ്യൽ മീഡിയ പല വിഷയങ്ങൾ അവർ കവർ ചെയ്യാത്ത സോഷ്യൽ മീഡിയ അവർ കൊണ്ടുവരും. അതായത് ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബേഴ്സ് ഒക്കെ കൊണ്ടുവരുന്നു. അപ്പൊ നമുക്കിവിടെ എനിക്ക് പറയാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഐ ഫീൽ ദാറ്റ് നമുക്ക് ഇതിനകത്തൊരു ബാലൻസ് വേണം. എല്ലാ വശവും കാണും.
അതെ, അപ്പൊ നമ്മളൊരു ന്യൂസ് കാണുവാണെങ്കിൽ നമ്മളിപ്പോ ഒരു ചാനൽ മാത്രം കണ്ടാൽ അവർക്ക് ഒരു അജണ്ട ഉണ്ട്. ചിലപ്പോൾ ഒരു ലെഫ്റ്റ് ഐഡിയോളജി മാത്രമായിരിക്കും, ഒരു ചാനൽ മൊത്തം റൈറ്റ് ഐഡിയോളജി. നമ്മൾ എല്ലാം കൺസ്യൂം ചെയ്ത് വി ഹാവ് ടു കം ടു എ കൺക്ലൂഷൻ. സോ ദിസ് ഇസ് മൈ ടേക്ക് ഫ്രം ഇറ്റ്. ടോം, അരുൺ, ശ്രീ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് ഒറ്റൊരു ഇതേ ഉള്ളൂ, കോമൺ സെൻസ് ഷുഡ് പ്രിവെയിൽ. എന്തൊരു കാര്യം സ്ക്രീനിൽ കാണുന്നോ അത് സത്യസന്ധമായിട്ട്, അതായത് കണ്ണടച്ചിട്ടുള്ള ഒരു ഇതാണ് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യരുത്. എല്ലാറ്റിനും അതിൻ്റെതായ ഒരു ചെറിയൊരു ഇതുണ്ട്, സത്യമാവണം എന്നില്ല എന്നുള്ള രീതിയിൽ ആൾക്കാർ കാണുകയാണെങ്കിൽ ഓക്കെ. കാര്യം സോഷ്യൽ മീഡിയയിൽ ഒരാൾക്കും ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു ഓണർഷിപ്പ് ഉള്ള ഒരു ഉത്തരവാദിത്വം ഇല്ല. എൻഡ് ഓഫ് ദ ഡേ എനിക്ക് റീച്ച് കിട്ടണം, ആ റീച്ച് കാരണം ആൾക്കാർ കാണണം, കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പണം വരണം. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇത് സംസാരിച്ചതില് നമ്മള് ഒരു 80% ഇതും കൊണ്ട് നല്ല കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺക്ലൂഷനിൽ എത്തിയെന്നാണ് എൻ്റെ ഒരു ധാരണ. ഒരു 20% എപ്പോഴും ഇത് മുതലെടുത്ത് ഇത് മിസ്യൂസ് ചെയ്യുന്നത്. അന്നേരം ഈ മിസ്യൂസ് ചെയ്യുന്ന ഈ 20%-നെ ആൾക്കാരെ അവർക്കൊരു പേടി വേണമെങ്കിൽ ഇതിനെ നിയമപരമായി എങ്ങനെ അപ്രോച്ച് ചെയ്യാന്നുള്ളൊരു ബാലൻസ് വേണം. അതായത് ഇപ്പം ഇപ്പം നമ്മൾ ദീപകിന്റെ കാര്യത്തിൽ തന്നെ ദീപകിന് വേറെ ഒരു രീതിയിലും ഇത് പ്രതികരിക്കാൻ സാധ്യത ഇല്ലെന്ന് ചിന്തിച്ചത് കൊണ്ടാകാം ദീപക് ആ ഒരു രീതിയിൽ പോയത്. പക്ഷെ ദീപകിന് ഇത് നമുക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാം, ഇങ്ങനെ ഒരു രീതിയിൽ ഇതിനെതിരെ പ്രതികരിക്കാം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ദീപക് മേ ബി ചെയ്തില്ലായിരുന്നു. അന്നേരം ഇതിന് ഈ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും അതിനെതിരെ ഉള്ള കറക്റ്റ് നിയമങ്ങളും കേരളത്തിലും ലോകമെമ്പാടും വരണം. അതായത് ഓസ്ട്രേലിയയില് ഡിഫമേഷൻ ആൾക്കാർക്ക് പേടിയുള്ള കാര്യമാണ്. അതെ, അതായത് ഞാൻ ഒരു ഫോൾസ് ന്യൂസ് ഒരാളെ കുറിച്ച് പറഞ്ഞാൽ അത് വേറൊരു രീതിയിൽ പോകും എന്ന് എനിക്കൊരു പേടിയുള്ളത് കൊണ്ട് ഞാൻ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ 2 പ്രാവശ്യം ചിന്തിക്കും. അതുണ്ടായാൽ സോഷ്യൽ മീഡിയയിലുള്ള നെഗറ്റീവുകൾ കുറയും. അതിന്റെ പേരിൽ ഉണ്ടാവുന്ന ഇപ്പൊ ഈ ദീപകിന്റെ വിഷയത്തിൽ ഒരു സാധു മനുഷ്യനായിരിക്കാം, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ താങ്ങാൻ പറ്റാതിരുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് അവരുടെ കുറ്റമല്ല. അവർ ഒരിക്കലും ഒരു മനുഷ്യൻ നല്ലതായത് അയാളുടെ കുറ്റമല്ല. ചീത്തയായി പോകുന്ന അല്ലെങ്കിൽ അയാളുടെ സഹജീവികളുടെ കുറ്റമായിരിക്കാം. പക്ഷെ ഒരു മനുഷ്യൻ നല്ലതായി പോകുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ജീവിക്കട്ടെ, ആളുകൾ നന്നായിട്ട് തന്നെ ജീവിക്കട്ടെ. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഈ മെയിൻ സ്ട്രീം ചാനൽസിനെ പോലും വീടിന്റെ മേളിൽ കൂടെ ഹെലിക്കാൻ പറഞ്ഞ വീഡിയോ എടുക്കുന്ന ചാനൽസിനെ വിശ്വസിക്കാതിരിക്കുക. അവരത് ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് അത് എടുത്തു വെച്ച് നമ്മൾ കാണിച്ച് നമ്മൾ അവരെ പറയും, ഇല്ലെങ്കിൽ അതിനെതിരായിട്ടോ ഓപ്പോസിറ്റ് ആയിട്ടോ സപ്പോർട്ട് ചെയ്ത് എന്തും ചെയ്യാം. നമ്മളായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ക്രിയേറ്റ് ചെയ്ത് പല ആൾക്കാരും ഇങ്ങോട്ട് ഇറക്കുമ്പോൾ അവത്തേല് എന്താണ് പറയുക, ഈ വാഴ നനയുമ്പോ ചീര നനയാന്ന് പറയത്തില്ലേ, അത്രേ ഉള്ളൂ. അതല്ലാതെ ഒരിക്കലും ആരെയും ഞാൻ എല്ലാ ഒരു റിയാക്ഷൻ ചെയ്യുന്ന ആളുകളുടെയും ഒരു പ്രതിനിധിയായിട്ട് നിന്ന് സംസാരിക്കാന്ന് വിചാരിച്ചോ. ഒരിക്കലും നമുക്ക് ആരോടും പേഴ്സണലായിട്ട്, എനിക്ക് പേഴ്സണലി ഒരാളോടും യാതൊരു വിധത്തിലുള്ള വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല. ജസ്റ്റ് ജേർണലിസം എന്ന് പറഞ്ഞ് ഇന്ന് പല ആളുകളും ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ന് മെയിൻ സ്ട്രീം ചാനൽ തന്നെ, അത് ജേർണലിസം അല്ല, അതൊക്കെ പോയി, അത് അവരുടെ നിലനിൽപ്പിന്. സോ അതിന്റെ ഒരു അറ്റത്താണ് നമ്മളും. ഒരറ്റത്ത് മാത്രം. നമ്മളൊരു പെർഫെക്റ്റ് ജേർണലിസ്റ്റ് ആണെന്ന് പറയുന്നില്ല, പക്ഷെ വി ഹാവ് അവർ ഓൺ പോസിറ്റീവ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വോയിസ് ഉണ്ട്, നമുക്ക് സംസാരിക്കാം. പല ആൾക്കാരും തെറ്റ് ചെയ്യുമ്പോൾ നമ്മളത് ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല, ആരോടും ഒരു ദേഷ്യമില്ല. മനസ്സിലായ? ഇത് കാണുന്ന ആളുകളും അങ്ങനെ എടുക്കണം. എനിക്കിവിടെ നിന്ന് പറയാനേ പറ്റുള്ളൂ, നിങ്ങൾ അങ്ങനെ എടുക്കാം. അത് അതിന്റെ അപ്പുറത്തേക്ക് വൈരാഗ്യം വെച്ച് അവിടെ പോയി അവരെ തെറി പറയുക ഒരിക്കലും ഞാൻ ഒരാളല്ല, ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. ഈ കമന്റുകൾ അത് വിമർശിക്കാനുള്ള ബോക്സ് എന്ന് പറഞ്ഞാൽ വിമർശിക്കാനുള്ളതാണ്. പക്ഷെ അതിലേക്ക് ഒരു പരിധിയിൽ കൂടുതൽ വൃത്തികേടായി പോകും. എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ യു പി പറഞ്ഞ പോലെ ഇത് പലർക്കും ഒരു സപ്പോർട്ടാണ്. ബിക്കോസ് സം പീപ്പിൾ ഹു കാണ്ട് ഫൈറ്റ് ഫോർ ജസ്റ്റിസ്, ദീ സോഷ്യൽ മീഡിയ വാരിയേഴ്സ് ആർ ഫൈറ്റിംഗ് ഫോർ ദെയർ ജസ്റ്റിസ്. പിന്നെ ഫ്യൂച്ചറിൽ വാട്ട് ഐ തിങ്ക് ഈസ്, ഇനി എയുടെ ലോകമാണ്. എ വെച്ചുള്ള ദർ വിൽ ബി മോർ ആൻഡ് മോർ ഫേക്ക് വീഡിയോസ് ആൻഡ് ഫേക്ക് ഇത് ഫോർ മോർ എന്താ പറയുന്ന വൈറൽ വീഡിയോസ് ആൾക്കാർ ഇനി ജനറേറ്റ് ചെയ്യും. സോ അത് ആൾക്കാർ അത് കണ്ട് മനസ്സിലാക്കുക, ഇതെല്ലാം വിശ്വസിച്ച് അതിൻ്റെ പുറകെ ചാടി പോകാതിരിക്കുക. അതാണ് എൻ്റെ കൺക്ലൂഡിങ് തോട്ട്. Okay, great. So നമുക്ക് അത് വെച്ച് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.
എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ യൂഷ്വൽ സൈക്കോനെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഈ ആ ചാനലും കാണുക. ഒരുപാട് റിയാക്ഷൻസ് അതിനകത്തുണ്ട്, ഒരുപാട് വിഷയങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. സോ നമുക്ക് ഇനി നെക്സ്റ്റ് അടുത്ത വിഷയത്തിന് വരുന്നവരെ താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ദീപസ്തംഭം മഹാശ്ചര്യം. എനിക്കും കിട്ടണം പണം. കമന്റും കൊടുക്കുക. കമന്റ് ഇട്ടോ, ഇട്ടില്ലെങ്കിൽ താങ്ക് യു. ഓക്കെ.